ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. കൈഫൽ ഹാൽ യാ തുല്ലാബ്, കൈഫൽ ഹാൽ സൈൻഹൻതും യാ തുല്ലാബ്. പൊന്നുമക്കളെ, 7ാം ക്ലാസ്സിലത്തെ മക്കളെ, നമ്മൾ ഇൻഷാ അള്ളാഹ് ഓണപ്പരീക്ഷയൊക്കെ കഴിഞ്ഞ് വളരെ റാഹത്തായി അല്ലേ, എല്ലാവരും ഓണപ്പരീക്ഷയൊക്കെ നല്ല മര്യാദയോടെ നല്ല അച്ചടക്കത്തോടു കൂടെ നല്ല മിടുക്കന്മാരായിട്ടും മിടുക്കികളായിട്ടൊക്കെ നല്ല വൃത്തിയിൽ 7ാം ക്ലാസ്സിലത്തെ എല്ലാ ഓണപ്പരീക്ഷയിലും നല്ല മാർക്ക് വാങ്ങി അല്ലേ. ഓണപ്പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് വാങ്ങി. ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മൾ എവിടേക്ക് എത്തിക്കഴിഞ്ഞു? യെസ്, ക്രിസ്മസ് എക്സാമിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മുടെ മുമ്പിൽ വളരെ ചുരുങ്ങിയ നേരമേ ഉള്ളൂ, വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? വെറുതെ അടങ്ങിയിരിക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഓരോ പോർഷനുകൾ കവർ ചെയ്താൽ എന്ത് ചെയ്യും? വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നല്ല മാർക്ക് എന്ത് ചെയ്യുക? അറബി എന്നുള്ള വിഷയത്തിൽ മാർക്ക് വാങ്ങാൻ കഴിയും. അപ്പോൾ സാറ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളൊക്കെ എന്ത് വേണം? സാറിൻ്റെ കൂടെ ഉണ്ടാകണം. അപ്പോൾ എന്നെ ഒരു പക്ഷേ നിങ്ങൾ നമ്മുടെ ഓണപ്പരീക്ഷയുടെ ലൈവിൽ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാകും. ഇനി കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ പേര് മുഹമ്മദ് അനസാണ്. അപ്പോൾ എന്ത് ചെയ്യുക? സാറാണ് നിങ്ങൾക്ക് 7ാം ക്ലാസ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? എടുക്കാൻ പോകുന്നത്. ഇനി ക്രിസ്മസ് എക്സാമിലേക്കുള്ള സിലബസ് മൊത്തമായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യണം? കവർ ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ എൻ്റെ കൂടെ വേണം. നമ്മൾ എന്ത് ചെയ്യാൻ? 3ാമത്തെ യൂണിറ്റിലെ അല്ലേ 2 മൊഡ്യൂളുകൾ നമ്മൾ എന്ത് ചെയ്തു? മുന്നേ പറഞ്ഞു കഴിഞ്ഞു. ഇനി 3ഉം 4 മൊഡ്യൂളുകളാണ് നമുക്ക് ഈ ക്രിസ്മസ് എക്സാമിലേക്ക് വരുന്നത്. അപ്പോൾ 3ാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റത്തെ ചാപ്റ്ററാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള, വളരെ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട ഒരു മനോഹരമായിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ് 3ാമത്തെ യൂണിറ്റിലെ ചാപ്റ്റർ എന്നുള്ളത്. ഓക്കെ, നമുക്ക് പോയി നോക്കിയാലോ മക്കളെ? എല്ലാവരും റെഡിയാണല്ലോ? എല്ലാവരും ക്ലാസ് കേൾക്കാൻ തയ്യാറാണല്ലോ? നോക്കൂ, അൽ വഹദത്തു സാലിസ 3ാമത്തെ യൂണിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ യൂണിറ്റിൻ്റെ പേര് തന്നെ എന്താണ്? അസ്സിഹത്തു വൻ നളാഫ അല്ലേ, വൃത്തിയും അതുപോലെ തന്നെ ആരോഗ്യം. സിഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ആരോഗ്യം എങ്ങനെയാണ് സാധ്യമാകുക? നമുക്ക് എങ്ങനെയാണ് ആരോഗ്യം കിട്ടുക? നല്ലൊരു മെച്ചപ്പെട്ട ആരോഗ്യത്തോടെ കൂടെ നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മുടെ പരിസരങ്ങൾ അല്ലേ, നമ്മുടെ പ്രദേശങ്ങൾ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളൊക്കെ വളരെ മനോഹരമായി തീരണം. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾക്ക് അനുസരിച്ച് നമ്മുടെ ആരോഗ്യം നില മെച്ചപ്പെടുകയുള്ളൂ. നമ്മൾ ജീവിക്കുന്നത് ഒരു നഗരത്തിൽ എപ്പോഴും പുകകളും മാലിന്യങ്ങളും മാത്രം അടിഞ്ഞുകൂടുന്നൊരു സ്ഥലത്താണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും രോഗമായിരിക്കും. എപ്പോഴും മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ മറ്റു ആശുപത്രിയിലോ പോയി നിൽക്കേണ്ട അവസ്ഥ നമുക്ക് ഉണ്ടാകും. പക്ഷേ നമ്മൾ ജീവിക്കുന്ന നല്ലൊരു മനോഹരമായ ഗ്രാമത്തിലാണ്. നല്ല സുന്ദരമായ വായു കിട്ടുന്ന, നല്ല സുന്ദരമായ ഒരു മലിനവുമില്ലാത്ത സുന്ദരമായ നദികളും സുന്ദരമായ പുഴകളും സുന്ദരമായ തോടുകളൊക്കെ ഒഴുകുന്ന സുന്ദരമായ ഗ്രാമത്തിലാണ് നമ്മൾ താമസിക്കുന്നുണ്ടെങ്കിൽ എത്ര രസമായിരിക്കും നമ്മൾക്ക് അല്ലേ? നമുക്ക് രോഗങ്ങൾ കുറവായിരിക്കും. അപ്പോൾ അസ്സിഹത്തു വൽ നളാഫ, വൃത്തിയും ആരോഗ്യവും എന്താണ്? ഈക്വലായിട്ട് കൊണ്ടുപോകണം. നമ്മുടെ നല്ല വൃത്തി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല മെച്ചപ്പെട്ട ആരോഗ്യം കിട്ടും. അപ്പോൾ നല്ല മെച്ചപ്പെട്ട ആരോഗ്യം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വൃത്തിയുള്ളവരായി നമ്മൾ മാറണം. നോക്കൂ, ആദ്യത്തെ യൂണിറ്റ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താ അറിയോ? ഫസ്റ്റ് ചാപ്റ്റർ എന്താ അറിയോ? തവഫക്കു അർജൂക്കും. തവഫക്കു എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോപ്പ് അല്ലേ? തവഫക്കു എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്, അർജൂക്കും പ്ലീസ് സ്റ്റോപ്പ് എന്നാണ് എന്ത് നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ. നോക്കൂ, നമുക്ക് നോക്കാം അതെന്താണ്. ഒരു എന്താണ്? അഭിനയമാണ്. 3 കുട്ടികളൊക്കെ സംഭവിക്കുന്ന ഒരു മോണാക്ട് അല്ലേ, ഒരു പ്രോഗ്രാം, ഒരു സ്റ്റേജ് പ്രോഗ്രാമാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് വിശാലമായിട്ടുള്ളൊരു അഭിനയ കലയാണ് എന്ത് ചെയ്യുന്നത്? ഈ പാഠത്തിലൂടെ ഉടനീളം പറയുന്നത്. അപ്പം പാഠം ഇങ്ങനെ കേട്ട് കൊടുക്കുമ്പോൾ തന്നെ ഒരുപാട് ഇങ്ങനെ മറച്ചു നോക്കുമ്പോൾ തന്നെ പഠിച്ചോനെ കുറേ പേജ് ഉണ്ടല്ലോ, എന്നാൽ അത് പഠിക്കേണ്ടെന്ന് വിചാരിക്കേണ്ട. വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക? നമുക്ക് തുടങ്ങാം. അപ്പോൾ തവഫക്കു അർജൂക്കും സ്റ്റോപ്പ്, പ്ലീസ് സ്റ്റോപ്പ് അല്ലേ, പ്ലീസ് സ്റ്റോപ്പ് എന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഹെഡിങ് പറയുന്നത്. നോക്കൂ, അശ്ശഖ്സിയത്തുൽ മസ്രഹി, അതായത് നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാമിലുള്ള നമ്മുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ആരൊക്കെയാണ് ഈ ഒരു നാടകത്തിൽ പങ്കെടുക്കുന്നത്? നോക്കൂ, സൊയ്യാദു സമക്ക് എന്ന് പറഞ്ഞാൽ എന്താ? മീൻപിടുത്തക്കാരനാണ് എന്തെന്ന് പറയാ? സൊയ്യാദു സമക്ക്. അതായത് അദ്ദേഹം ആരാണ്? റജുലുൻ, ഒരു പുരുഷനാണ്. ഉംറുഹു 50 ആമൻ, 50 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. സിയുഹു ഇസാറം വ കമ്മീസ്, അദ്ദേഹം എന്താണ്? അദ്ദേഹമൊക്കെ നല്ല കമ്മീസൊക്കെ ധരിച്ച ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നോക്കൂ, ഒരു ഷജറ എന്നുള്ളൊരു ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ ക്യാരക്ടറിനെ നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യത്തെ ആരാണ്? സൊയ്യാദു സമക്കാണ്, ഒരു മീൻപിടുത്തക്കാരനാണ് അല്ലേ. രണ്ടാമത്തേത് എന്താണ്? അശ്ശജറത്തുൻ, ഒരു മരമാണ്. ആരാണ് മരം? അൽ വലദു ഫി സൂറത്തി ഷജറ, ഒരു മരത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടല്ലേ, ഒരു മരത്തിൻ്റെ രൂപത്തിലായി മാറിയ ഒരു കുട്ടി.
അതാണെന്ത്. അപ്പോൾ മരത്തിൻ്റെ രൂപത്തിലുള്ള ഒരു കുട്ടിയും അതുപോലെ തന്നെ ഒരു മീൻപിടുത്തക്കാരനും 2 ക്യാരക്ടേഴ്സായി. മൂന്നാമത്തെ ആരാ? ആദിൽ, അതുപോലെ തന്നെ അമൽ, അതുപോലെ തന്നെ ലീന. 3 ആളുകൾ, 3 കുട്ടികൾ ചേർന്ന് തുല്ലാബുൻ ഫിസ് ഒഫിസാബി 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3 വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു ക്യാരക്ടർ. അപ്പം 3 ടോട്ടൽ ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലേ. ഒന്ന് നമ്മുടെ മീൻപിടുത്തക്കാരൻ, അതുപോലെ തന്നെ ഒരു കുട്ടി, ഷജറ മരമായിട്ട് അഭിനയിക്കുന്ന ഒരു കുട്ടിയുണ്ട്, അതുപോലെ തന്നെ ആദിലും അമലും ലീനയും എന്താണ് നമ്മുടെ ക്യാരക്ടേഴ്സാണ്. നോക്കൂ, അവർക്കിടയിലാണ് ഈ ഒരു നാടകം സംഭവിക്കുന്നത്. അൽ മഷ്ഹദുൽ അവൽ എന്ന് പറഞ്ഞാൽ എന്താ? അൽ മഷ്ഹദുൽ അവൽ സെക്ഷൻ 1 അല്ലേ, അല്ലെങ്കിൽ സീൻ 1. നമ്മളിങ്ങനെ ഒരു നാടകം കാണുമ്പോൾ ഒരുപാട് സീനുകൾ ഉണ്ടാവും. സീൻ 1, സീൻ 2, സീൻ 3. അപ്പോൾ എന്ത് ചെയ്യും? ഓരോ സീനുകൾ കഴിയുമ്പോഴും ഫസ്റ്റ് സീൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? കർട്ടൻ ഇങ്ങനെ പൊന്തും. അങ്ങനെ ആ സീൻ കഴിയുമ്പോൾ എന്ത് ചെയ്യും? കർട്ടൻ ഇങ്ങനെ താവും. നമ്മൾ കണ്ടിട്ടുണ്ടാവും. നോക്കൂ, ഈ ചിത്രത്തിലേക്ക് നോക്കൂ മക്കളെ. കർട്ടൻ എന്ത് ചെയ്തിട്ട് ഇങ്ങനെ പൊന്തിയിട്ടുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? 3 കുട്ടികളുണ്ട്. നമ്മൾ പറഞ്ഞ ആദിലും അതുപോലെ തന്നെ അമലും ലീനയും എന്തുണ്ട്? അവിടെയുണ്ട്. അവർ നോക്കൂ, അവരെന്താ ചെയ്യുന്നത്? അവരുടെ ചുറ്റുപാടുള്ളത് ഫുൾ എന്താണ്? മലിനീകരണങ്ങളാണ് അല്ലേ, മാലിന്യങ്ങളാണ് അവരുടെ ചുറ്റുമുള്ളത്. നോക്കൂ, നമുക്ക് പാഠത്തിലേക്ക് ശ്രദ്ധിക്കാം. എർത്തഫ്യൂ സിത്താർ, എന്തുയർന്നു? നമ്മുടെ കർട്ടൻ ഇങ്ങനെ ഉയർന്നു. എന്നിട്ട് അൽ മസ്ര ഈ മൽഅബുൻ, അവരുടെ കളിസ്ഥലത്ത് എന്തുണ്ട്? വേസ്റ്റുകളുണ്ട് അല്ലേ. അലൽ മസ്ര, സ്റ്റേജിൽ എന്തുണ്ട്? അൽ മസ്ര ഈ മൽഅബുൻ, കളിസ്ഥലത്ത് എന്തുണ്ട്? കളിസ്ഥലം എന്തായി? അവരുടെ സ്റ്റേജിൽ പ്രത്യക്ഷമായി. എന്നിട്ട് നോക്കൂ, യഅ്തി സലാസത ഔലാദുൽ ലില്ലഅബ്, 3 കുട്ടികൾ വന്നു. എന്തിന്? ലില്ലഅബ്, കളിക്കാൻ വേണ്ടി അവർ വന്നു. അൽ മൽഅബുൽ മലിയു ബിൻ നുഫായാത്ത്, അവരുടെ കളിസ്ഥലം എന്നുള്ളത്, മൽഅബ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലേ ഗ്രൗണ്ട്. അവരുടെ കളിസ്ഥലം എന്നുള്ളത് മലിയുൻ, അത് നിറഞ്ഞതാണ്. എന്തുകൊണ്ട്? ബിൻ നുഫായാത്ത്, എന്തുകൊണ്ട്? പ്ലാസ്റ്റിക്കുകൾ കൊണ്ട്, മാലിന്യങ്ങൾ കൊണ്ട് എന്താണ്? അവരുടെ കളിസ്ഥലങ്ങൾ നിറഞ്ഞതാണ്. അപ്പോൾ ആദിൽ വന്നിട്ട് യാ ഇലാഹി, ഓ എൻ്റെ പടച്ച തമ്പുരാനെ അല്ലേ, ഈ വേസ്റ്റുകൾ ഇങ്ങനെ കണ്ടിട്ട് ആദിലിങ്ങനെ നെട്ടി പറയാണ് എന്ത്? മാ അൻഷഹു ആദൽ ഖാദൂറ, ആരാണ് ഈ വേസ്റ്റൊക്കെ ഇവിടെ കൊണ്ടുപോയിട്ടത്? അൽ ഖൂസുഷായി, എന്തൊക്കെ വേസ്റ്റുകളാണ് അവിടെ ഉള്ളത്? അൽ ഖുബൂസുഷായി, എന്തുണ്ട്? നമ്മുടെ കോപ്പ നമ്മുടെ പാത്രം, ഗ്ലാസിൻ്റെ പാത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ സുയൂനിൽ വറക്കിയ, പേപ്പർ പ്ലേറ്റുകളുണ്ട്. സുയൂൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്ലേറ്റാണ്. വറക്കിയ എന്ന് പറഞ്ഞാൽ പേപ്പർ പ്ലേറ്റുകൾ. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റുകളുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ്സുകളുണ്ട്. അതുപോലെ തന്നെ ബക്കായ വേസ്റ്റിൻ്റെ അല്ലേ, ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ ആ ഗ്രൗണ്ടിലുണ്ട്. അതുപോലെ തന്നെ നുഫായാത്ത്, ഒരുപാട് മാലിന്യങ്ങളുണ്ട്. ഹുനാവ ഹുനാക്ക്, അവിടെയും ഇവിടെയുമായിട്ടൊക്കെ ഉണ്ട് ഒരുപാട് മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നോക്കൂ, അമൽ പറയാണ് കാന മലഗബുനാൻ അലീഫൻ, നമ്മളുടെ കളിസ്ഥലം എത്ര മനോഹരമായിരുന്നു, എത്ര വൃത്തിയുള്ളതായിരുന്നു. കാന ആയിരുന്നു, മലഗബുന നമ്മുടെ കളിസ്ഥലമായിരുന്നു, നലീഫൻ വളരെ വൃത്തിയുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായി? ആകപ്പാടെ വൃത്തികേടായി പോയി. അപ്പോൾ ലീന പറയാണ് തൊബൻ, അതെ ശരി, അതെ നീ പറഞ്ഞത് ശരിയാണ്. മൻ ഹൽക ആദിൽ ഖാദുറാത്ത് സുന, ഇവിടെ ആരാണ് വേസ്റ്റ് കൊണ്ടുപോയിട്ടത്? മൻ അൽക എന്ന് പറഞ്ഞാൽ ആരിട്ടു? എന്തിനെ? ആദിഹിൽ ഖാദുറാത്ത്. ഖാദുറാത്ത് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? വേസ്റ്റിനാണ് ഖാദുറാത്ത് എന്ന് പറയാ. അപ്പോൾ ഇവിടെ ആരാണ് വേസ്റ്റ് കൊണ്ടുപോയിട്ടത്? അപ്പം ഖാദുറാത്ത് എന്നുള്ള വേർഡ് ശ്രദ്ധിക്കണം, വേസ്റ്റ് എന്നാണ് കേട്ടോ. അതുപോലെ അപ്പോൾ ആദിൽ പറയാണ് വാ അസഫ, ഓ എൻ്റെ പരാജയം അല്ലേ. നമ്മളിങ്ങനെ പറയും, ഒരു കാര്യം സംഭവിച്ചാലോ എൻ്റെ പടച്ച റബ്ബേ വല്ലാത്തൊരു പരാജയമായി പോയി, അല്ലെങ്കിൽ ഒരു ഖേദം പ്രകടിപ്പിക്കുകയാണ്. മാ അസഫ, എത്ര ദുഃഖകരമാണ്. മാ ആദിൽ ഗഫ്ല, ഈ പ്രവർത്തനം എത്രമേൽ ദുഃഖകരമാണെന്ന് നമ്മൾ ആദിൽ പറഞ്ഞു. അപ്പോൾ അമൽ പറയാണെന്ത്? കൈഫ നൽഅബു ആദി ബൈന ആദിഹിൽ നുഫായാത്ത്. നുഫായാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മാലിന്യം. അപ്പോൾ കൈഫ നൽഅബു, നമ്മൾ എങ്ങനെ കളിക്കും? ബൈന ആദിഹി നുഫായാത്ത്, ഈ വേസ്റ്റുകൾക്കിടയിൽ നമ്മൾ എങ്ങനെയാണ് കളിക്കുക? മനോഹരമായിരുന്ന ഒരു പ്ലേ ഗ്രൗണ്ട് അതാകപ്പാടെ വേസ്റ്റുകൾ മൂടി അല്ലേ, വേസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞു. അവിടെ എന്തൊക്കെ വേസ്റ്റുകളുണ്ട്? ഗ്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ബാക്കികളൊക്കെ, ആരോ എവിടെയോ ഉള്ള ഭക്ഷണത്തിൻ്റെ ബാക്കികളൊക്കെ അവർ കളിക്കുന്ന, പൊന്നുമക്കൾ കളിക്കുന്ന ഗ്രൗണ്ട് കൊണ്ടുപോയി ഇട്ടതാ. പൊന്നുമക്കളെ ശ്രദ്ധിക്കൂ. അപ്പോൾ ലീന പറയാണെന്ത്? തആലൗ അല്ലേ, വരൂ, തആലൗ വരൂ യാ അസ്തികായി, ഓ എൻ്റെ കൂട്ടുകാരെ എൻ്റെ അടുത്തേക്ക് വരൂ, എൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സതആവനു ജമീഅൻ ഫീ തൻലീഫിൽ മലഗബ്, അല്ലേ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടി ഒരുമിച്ച് ഇരുന്ന് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ കളിസ്ഥലം നമുക്ക് എന്ത് ചെയ്യാം? മനോഹരമായിട്ട് വൃത്തിയാക്കി എടുക്കാം. നമ്മളെ ലീന വിളിക്കുകയാണ് എല്ലാവരെയും. എന്നിട്ട് നോക്കൂ, യഹ്റുജൂൻ അനിൽ മസ്ര എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റേജ് കേട്ടോ. അപ്പോൾ യഹ്റുജൂൻ അനിൽ മസ്ര, അവരെന്ത് ചെയ്ത്? സ്റ്റേജിൽ നിന്ന് പുറപ്പെട്ടു, അതായത് പുറത്തേക്ക് പോയി. യദ്ഖുലൂൻ, അവർ പിന്നീട് അപ്പോൾ സ്റ്റേജിൽ നിന്ന് എന്ത് ചെയ്തു? ലീന എല്ലാവരെയും വിളിച്ചപ്പോൾ ലീനയും ആദിലും അതുപോലെ തന്നെ നമ്മുടെ അമലൊക്കെ എന്ത് ചെയ്ത്? സ്റ്റേജിൽ നിന്ന് പുറത്തിറങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? യദ്ഖുലൂന ബിൽ അഖിയാസ്, അവർ കീസുകൾ അല്ലേ, കവറുകളുമായിട്ട് എവിടേക്ക് വന്നു? സ്റ്റേജിലേക്ക് വീണ്ടും വന്നു. വയജ്മഊന നുഫായാത്ത്, എന്നിട്ട് അവർ എന്ത് ചെയ്തു? ആ സ്റ്റേജ് മേലുള്ള, അതായത് അവരുടെ
കളിസ്ഥലത്തുള്ള എല്ലാ വേസ്റ്റുകൾ അവരെന്ത് ചെയ്തു? ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി തുടങ്ങി. പൊന്നുമക്കളെ നോക്കൂ, അൽ അമൽ പറയാണ് മുഷീറനിൽ അഖിയാസ് കരജമഇനാനുഫോയാത്ത്. എന്നിട്ട് പറയാണ് എന്ത്? നമ്മളെന്ത് ചെയ്തു? നമ്മുടെ വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്തു? കരജമഇന നമ്മൾ ഒരുമിച്ച് കൂട്ടി, അനുഫായാത്ത് ഈ വേസ്റ്റുകളൊക്കെ നമ്മൾ ഒരുമിച്ച് കൂട്ടി. വൽ ആൻ മാദാ നഫ്അലു ബിഹ വൽ ആൻ ഈ സമയം. അപ്പോൾ നമ്മൾ ഒരുമിച്ച് കൂട്ടി കഴിഞ്ഞ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നതാണ് നമ്മൾ അമൽ ചോദിക്കുന്നത്. മാദാ നഫ്അലു ബിഹ നമ്മൾ ഇത് കൊണ്ട് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ലീന പറഞ്ഞു ലദയ്യ ഫിക്രത്തുൻ എൻ്റെ അടുത്തൊരു അഭിപ്രായമുണ്ട് അല്ലേ. നമ്മളൊരു കൂട്ടം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും വേസ്റ്റ് കണ്ടു, വേസ്റ്റ് എന്ത് ചെയ്യണമെന്നുള്ള സംശയത്തിൽ നിൽക്കുമ്പോൾ ലീനൊരു അഭിപ്രായം പറയാണ് ലദയ്യ ഫിക്രത്തുൻ എൻ്റെ അടുത്തൊരു ചിന്തയുണ്ട്, എനിക്കൊരു ചിന്ത വരുന്നുണ്ട്. എന്താ ചിന്ത നോക്കൂ മക്കളെ. നുഹരിക്കുഹ നമുക്കതിനെ കത്തിച്ച് കളയാം. അപ്പോൾ ആ വേസ്റ്റുകളൊക്കെ ഗ്ലാസ്സുകളുണ്ട്, പ്ലേറ്റുകളുണ്ട്, മറ്റു വേസ്റ്റുകളുണ്ട്, അതൊക്കെ നമുക്ക് കത്തിച്ച് കളയാമെന്ന് നമ്മുടെ ലീന പറയും. അൽ തുവാഫിക്കൂൻ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ലീന ചോദിക്കാൻ അവരോട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു എന്തിനാ? അതെ ഞാൻ യോജിക്കുന്നു. മുആഫിക്കൂന നമ്മൾ യോജിക്കുന്നു. അയ്യാ നുഹരിക് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ കത്തിച്ച് കളയാം. അപ്പം വേസ്റ്റുകളെ കത്തിച്ച് കളയാമെന്ന് അവർ മൂന്നാളുകളും ഒരു തീരുമാനത്തിലെത്തി. പൊന്നുമക്കളെ നോക്കൂ. അൽ തുവാഫിക്കൂൻ എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, നമ്മളോട് പാഠം ചോദിക്കുകയാണ് എന്ത്? അൽ തുവാഫിക്കൂന അല ഹർക്കി നുഫായാത്ത് നിങ്ങൾ ഈ വേസ്റ്റ് കത്തിക്കുന്നതിൽ യോജിക്കുന്നുണ്ടോ ഇല്ലേ എന്ന്. അപ്പം നിങ്ങൾ അഭിപ്രായം പറയും, നിങ്ങൾ പറയൂ, നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ? കുട്ടികളെ പറഞ്ഞാട്ടെ, യോജിക്കുന്നുണ്ടോ ഇല്ലേ പറഞ്ഞാട്ടെ. യോജിക്കുന്നുണ്ടെങ്കിൽ ഉണ്ട് എന്നും ഇല്ലെങ്കിൽ ഇല്ല എന്ന് എന്ത് ചെയ്യുക? നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? ആൻസർ കണ്ടെത്തണം. കാരണം വേസ്റ്റുകൾ കത്തിക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ളത് എന്ത് ചെയ്യുക? തൊട്ടടുത്ത സെക്ഷനിലൂടെ നമുക്ക് പറയാം. നോക്കൂ, നുലാഹിൽ സൂറ മനുവല്ലിക്കു അലേഹ നമ്മളോട് പറയുന്നത് എന്താ? ഈ സൂറത്തിലെ ഓരോ 3 ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 3 ചിത്രങ്ങളും വിലയിരുത്തിയിട്ട് എന്ത് ചെയ്യുക? അതിന് അതിൻ്റേതായിട്ട് യോജിച്ചതായിട്ട് എന്ത് ചെയ്യുക? ചേർത്ത് കൊടുക്കാനാണ് പറയുന്നത്. നോക്കൂ, ഇവിടെ നമുക്കൊരു ഉദാഹരണം അവരെ കാണിച്ചു തരുന്നുണ്ട്. അൽ മുത്തനാസഉ മലിയും ബിൻ നുഫയാത്ത്. അൽ മുത്തനാസ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഫോട്ടോ കണ്ടാൽ നമുക്ക് തിരിയും. ഈ ഫോട്ടോ കണ്ടാൽ നമുക്ക് എന്താ പൊന്നുമക്കളെ മനസ്സിലാകുന്നത്? യെസ്, പാർക്കാണ് അല്ലേ. കൂടിയിരിക്കാൻ പറ്റുന്ന, മനോഹരമായിട്ട് സൊറ പറഞ്ഞിരിക്കാൻ പറ്റുന്ന, നമ്മളൊക്കെ അങ്ങാടിയിൽ ഉണ്ടാകുന്ന നല്ല പാർക്കുകളാണ്. ആ പാർക്ക് ഇപ്പോഴത്തെ അവസ്ഥ നോക്കി. മലിയുൻ അത് നിറഞ്ഞിരിക്കുകയാണ് ബിൻ നുഫായാത്ത്. പ്ലാസ്റ്റിക്കുകൾ കൊണ്ട്, വേസ്റ്റുകൾ കൊണ്ട്, മാലിന്യങ്ങൾ കൊണ്ട് അത് നിറഞ്ഞിരിക്കുകയാണ്. അതേപോലെ നമ്മളോട് മുമ്പത്തെ കാര്യം എന്ത് ചെയ്യണം? നമ്മൾ ഫില്ലാക്കണം. അന്നഹ്റു ഇതെന്താണ്? ഒരു പുഴയാണ് അല്ലേ. പുഴയിൽ എന്താണുള്ളത്? നല്ലൊരു പുഴയിൽ ഫുള്ള് വേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അന്നഹ്റു മലിയും ബിന്നുഫയാത്ത്. അന്നഹ്റു പുഴ എന്നുള്ളത് മലിയ നിറഞ്ഞിരിക്കുകയാണ് ബിന്നുഫയാത്ത് എന്തുകൊണ്ട്? മാലിന്യങ്ങൾ കൊണ്ട്. ഇപ്പുറം നോക്കൂ മക്കളെ, അശാരി ഇത് റോഡല്ലേ, മനോഹരമായല്ലേ, നല്ല കാടുകളുള്ള നല്ല മനോഹരമായല്ലേ. നമുക്കൊരു മൈസൂർ അതുപോലെ തന്നെ ഊട്ടി അതുപോലെ തന്നെ നമ്മുടെ വയനാട് പോലത്തെ റോഡൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല കാടുകൾ, മുത്തങ്ങ കാടൊക്കെ പോലെ അല്ലേ, മുത്തങ്ങ ഫോറസ്റ്റിലൂടെയൊക്കെയുള്ള മനോഹരമായ കാട് പോലത്തെ ഒരു നല്ല മനോഹരമായ റോഡ്. പക്ഷേ ആ റോഡിൽ നോക്കൂ, മുഴുവനായിട്ട് വേസ്റ്റാണ്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ അറബിയിൽ എഴുതാം? അശാരി. ഷാരി എന്ന് പറഞ്ഞാൽ എന്താ? റോഡ്. ആ റോഡ് എന്താണ്? മലിയ നിറഞ്ഞതാണ്. ബിന്നുഫയാത്ത് എന്തിനെ കൊണ്ട്? മാലിന്യങ്ങളെ കൊണ്ട് റോഡ് നിറഞ്ഞതാണ്. അപ്പം എന്ത് ചെയ്യുക? ഇതെന്ത് ചെയ്യുക? 3 നിങ്ങൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ട് അറബിയിൽ പഠിച്ച് വെക്കുക. വളരെ മനോഹരമായിട്ട് പഠിച്ചാൽ വളരെ മനോഹരമായിട്ട് ആൻസർ ചെയ്താം. പൊന്നുമക്കളെ നോക്കൂ. അപ്പോൾ നമ്മൾ തവഫഖു അർജൂക്കും തവഫഖു ലൗദാലു യസ്മഊന സൗത്തൻ. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്തു? ഒരു തീരുമാനത്തിലെത്തി. കുട്ടികൾ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? അവർ വേസ്റ്റുകളൊക്കെ കത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അവർ വേസ്റ്റ് കത്തിക്കാൻ വേണ്ടി പോകുന്ന സമയം നോക്കൂ, തവഫഖു അർജൂക്കും തവഫഖു എന്ത് ചെയ്യാണ്? ആരോ ഉറക്കെ വിളിച്ച് പറയാണ്. അപ്പോൾ ഇവർ 3 ആളൊരു നിലപാടിലെത്തി. ഇവരിങ്ങനെ വേസ്റ്റ് ഇങ്ങനെ കത്തിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ദെൻ നോക്കൂ, പെട്ടെന്നൊരു ശബ്ദം, തവഫഖു പ്ലീസ് പ്ലീസ് സ്റ്റോപ്പ് 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 തവഫഖു പ്ലീസ് അല്ലേ. സ്റ്റോപ്പ് എന്ന് പറയാണ്. അർജൂക്കും പ്ലീസ്. അത് പിന്നെയും പറയാണ് എന്ത്? സ്റ്റോപ്പ് സ്റ്റോപ്പ് പ്ലീസ് എന്നെന്താണ്? ആരോ വിളിച്ച് പറയാണ്. അൽ ഔലാദ് യസ്മഊന സൗത്തൻ കുട്ടികൾ. അൽ ഔലാദ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ. യസ്മഊൻ അവർ കേട്ടു, സൗത്തൻ ഈ ശബ്ദത്തെ കേട്ടു. പൊന്നുമക്കളെ നോക്കൂ, ആദ്യം പറയാണ് എന്ത്? മാ ഹാദ സൗത്ത് എന്താണ് ആ സൗത്ത് അല്ലേ? എന്താണ് ആ ശബ്ദം? സൗത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ശബ്ദം. അപ്പോൾ മാ ഹാദ സൗത്ത് എന്താണ് ആ ശബ്ദം എന്ന് നമ്മളെ ആദ്യം ചോദിച്ചു. മക്കളെ മൻ യസ്റഹു ആക്കഥ ആരാണ് ഇങ്ങനെ അട്ടഹാസിക്കുന്നത്? അപ്പം വളരെ മനോഹര, വളരെ വളരെ ഉയരത്തിലുള്ള ശബ്ദമാണ് എന്ത്? പ്ലീസ് തവഫഖു അർജൂക്കും തവഫഖു അർജൂക്കും അല്ലേ. തവഫഖു അർജൂക്കും എന്തെയാണ്? ആരോ ഉറക്കെ വിളിച്ച് പറയാണ്. അപ്പം നമ്മൾ ആദ്യം ചോദിക്കുകയാണ്, ആരാണ് ഇങ്ങനെ അട്ടഹസിക്കുന്നത്? നോക്കൂ, തദ്ഖലു ശജറതു ഇലൽ മസ്റ അല്ലേ. നമ്മളൊരു നാടകം ഒരു സ്റ്റേജിൽ ഇങ്ങനെ നടക്കല്ലേ. മസ്റ എന്ന് പറഞ്ഞാൽ സ്റ്റേജാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. യെസ്. അപ്പോൾ തദ്ഖലു ശജറ മരം ഇങ്ങനെ പ്രവേശിച്ചു. എവിടേക്ക് പ്രവേശിച്ചു? ഇലൽ മസ്റ നമ്മളെ സ്റ്റേജിലേക്ക് മരവും കൂടി വന്നു. നമ്മൾ മരം വന്നത് ആരായിരുന്നു? ഒരു കുട്ടി മരത്തിൻ്റെ രൂപത്തിൽ അളഞ്ഞതായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? ഒരു മരത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ രൂപത്തിൽ എന്ത് ചെയ്തു? ഒരു കുട്ടി ഇങ്ങനെ സ്റ്റേജിലേക്ക് കടന്നു വന്നു. എന്നിട്ട് അൽ ജമീഖ് അപ്പം കൂട്ടത്തിലുള്ള 3 ആളുകളും കൂടെ ചോദിക്കുകയാണ്, അൻതി നീ യാ അയ്യത്തുവ ശജറ യാ അയ്യത്തുഹ ഷജറ ഓ മരമേ നീയാണോ ഈ ഒച്ചപ്പാടുണ്ടാക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഷജറ പറഞ്ഞു, അർജൂക്കും പ്ലീസ്
പ്ലീസ് അർജുക്കും പ്ലീസ് എന്താണ് ലാ തുഹരിക്കു അന്നുഫായാത്ത്, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും ഈ പ്ലാസ്റ്റിക്കുകളെ ഈ മാലിന്യങ്ങളെ നിങ്ങൾ എന്താക്കരുത്, ലാ തുഹരിക്കു നിങ്ങൾ കത്തിച്ച് കളയരുത്, എന്തിനെ, അന്നുഫായാത്ത ഈ മാലിന്യങ്ങളെ നിങ്ങൾ കത്തിച്ച് കളയരുത്, വലാ തദ്ഫിനുഹ നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് മൂടുകയും ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് ഈ മണ്ണിൽ എന്ത് ചെയ്യരുത്, കുഴിച്ച് മൂടുകയും ചെയ്യരുത്. അതിൽ തന്നെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, വലാ തദ്ഫിനൂഹ, തദ്ഫിനൂഹ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ഈ കുയ്യിൽ എന്ത് ചെയ്യരുത്, അതായത് ഈ ഭൂമിയിൽ നിങ്ങൾ എന്ത് ചെയ്ത് ആ വേസ്റ്റുകൾ മലിനമാക്കിയിടരുത്, മൂടിയിടരുത് എന്ന് പറഞ്ഞു. ആര്, നമ്മളെ മരം പറഞ്ഞു. അതിൽ തന്നെ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ അമൽ പറയുന്നതാ വലിമാല, എന്തുകൊണ്ടില്ല. അപ്പോൾ ഇവരൊരു തീരുമാനത്തിലെത്തിയതാണ് അല്ലേ, ഈ 3 പേര് ഈ 3 ആളുകളും കൂടി ഒരു തീരുമാനത്തിലെത്തിയതായിരുന്നു, എന്ത്, നമുക്ക് എന്ത് ചെയ്യാം, ഈ വേസ്റ്റുകൾ കത്തിക്കാന്ന്. അപ്പോൾ അവിടെ നിന്ന് ഉറക്കെ തവഫക്കു അർജൂക്കുമെന്ന് മരം ഉറക്കെ വിളിച്ച് പറഞ്ഞു. മരം അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ നമ്മൾ അമൽ സ്വാഭാവികമായിട്ടും ചോദിച്ചു, വലിമാല എന്തുകൊണ്ട് വേണ്ട, നിങ്ങൾ എന്തിനാ വേണ്ടെന്ന് പറയുന്നത്. അപ്പം ഷജറത്ത് പറയാണ്, മരം പറയാണ്, എന്ത്, തഹ്രീക്കുൻ നുഫായാത്ത് മവദ്ദുൽ അൽ പ്ലാസ്റ്റിക്കിയ യലുറുന ജമീയൻ അല്ലേ, നമ്മൾ ഈ തഹ്രീക്കുൻ നുഫായാത്ത് ഈ മാലിന്യങ്ങൾ കത്തിച്ച് കളഞ്ഞാൽ അൽ പ്ലാസ്റ്റിക് ഈ പ്ലാസ്റ്റിക് ആയിട്ടുള്ള അല്ലേ, അപ്പോൾ പ്ലാസ്റ്റിക് ആയിട്ടുള്ള മാലിന്യങ്ങൾ കത്തിച്ച് കളഞ്ഞാൽ യലുറുന ജമീയൻ നമുക്ക് എല്ലാവർക്കും എന്താവും, എല്ലാവർക്കും ബുദ്ധിമുട്ടിലാകും. മനുഷ്യരാവട്ടെ, മൃഗങ്ങളാവട്ടെ, പ്രകൃതിയാവട്ടെ, എല്ലാം ദുരന്തത്തിലാകുമെന്ന് നമ്മൾ ആര് പറഞ്ഞു, മരം പറഞ്ഞു കൊടുക്കുകയാണ്. വ ദഫ്നുന യുഫ്സിദുൽ അർളു, നിങ്ങൾ ഈ ഭൂമിയിലിട്ട് അത് കുഴിച്ചിട്ടാൽ യുഫ്സിദുൽ അർളു, ഭൂമി എന്താകും, ഫസാദാകും, ഭൂമി എന്താകും, ആകപ്പാടെ ഇല്ലാതെയാകും, ആകപ്പാടെ തരിപ്പണമാകുമെന്ന് ആര് പറഞ്ഞു കൊടുത്തു, ഷജറത്ത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ലീന പറയാണ്, യാ ഇലാഹി, ഓ എൻ്റെ പടച്ച തമ്പുരാനെ, കദ് അഹ്മൽനാ ഹാദാ ലൻ നുഹ്രിക അബദൻ. അപ്പോൾ നമ്മൾ ലീന പറയാണ്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഞങ്ങൾ കത്തിച്ച് കളയുന്നില്ല, ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഞങ്ങൾ കത്തിച്ച് കളയാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് ആര് പറഞ്ഞു മക്കളെ, ലീന പറഞ്ഞു. നിങ്ങളിവിടെ അല്ലേ, ശ്രദ്ധിക്കുക. അപ്പോൾ ഷജറ പറഞ്ഞു, ശുക്രല്ലക്കും യാസ്തിക്കായി, നിങ്ങൾക്ക് പടച്ചോൻ്റെ കാരുണ്യം ഉണ്ടാകട്ടെ എൻ്റെ കൂട്ടുകാരെ, അൻതും തൊയ്യിബൂൻ മ അസ്സലാം, നിങ്ങൾ നല്ലവരാണ് മ അസ്സലാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മേലെ രക്ഷയുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ഷജറ പോയി. ആര് പോയി, മരം പോയി. ഫി, അപ്പോൾ ജമീ എല്ലാവരും കൂടെ പറഞ്ഞത് ഫി അമാനില്ല, അള്ളാഹ്ക്ക് നിങ്ങളുടെ സംരക്ഷണം ഉണ്ടാവട്ടെ എന്ന് അവർ തിരിച്ചു പറഞ്ഞു അല്ലേ. ഇനി നോക്കി, തഈബു ഷദറത്ത് അനിൽ മസ്ര, അപ്പോൾ ഈ കാര്യം പറയാൻ വേണ്ടി ഷദറത്ത് എന്ത് ചെയ്തു, മരം ഇങ്ങനെ സ്റ്റേജിലേക്ക് വന്നു, മരം ഇങ്ങനെ ഇറങ്ങിപ്പോയി. അപ്പം എന്താ, അത് സ്റ്റേജത്തെ ആ സീൻ കഴിഞ്ഞു അല്ലേ. ഇനി നോക്കൂ, അല്ല ആദിൽ, അപ്പോൾ ആദിൽ പറയാണ്, മരം പോയി. അപ്പോൾ ആദിൽ പറയാണ്, വൽ ആൻ മാദാ സനഫ്അലു, ഇനി നമ്മൾ എന്ത് ചെയ്യും, വൽ ആൻ, ഇനി നമ്മൾ എന്ത് ചെയ്യും ചോദിക്കുകയാണ്, മാദാ നഫ്അലു, മാദാ സനഫ്അലു, ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആദിൽ ചോദിച്ചപ്പോൾ അമല് പറഞ്ഞു, എന്ത്, ആദിഹി മുഷ്കിലത്തുൻ ഖതീറ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ പ്രശ്നമാണ്. ഖതീറ എന്ന് പറഞ്ഞാൽ എന്താ, പ്രശ്നം അല്ലേ, മുഷ്കില എന്ന് പറഞ്ഞാൽ പ്രശ്നം, ഖതീറ എന്ന് പറഞ്ഞാൽ വലിയതായിട്ടുള്ള. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. കൈഫ നഹ്ലുഹ, നമ്മൾ ഇതിനെ എങ്ങനെ ഇനി ഓവർടേക്ക് ചെയ്യും, അതായത് ഇനി നമ്മൾ എന്ത് ചെയ്യും ഇതുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ ലീന പറഞ്ഞു, ലീന വീണ്ടും പറയാണ്, എന്ത്, ലദയ്യ ഫിക്രത്തുൻ, എൻ്റെ അടുത്ത് മറ്റൊരു ചിന്തയുണ്ട്, മറ്റൊരു ബുദ്ധിയുണ്ട്. എന്താ ബുദ്ധി, നിർമീഹായിലൻ നെഹ്ർ, നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്ലാസ്റ്റിക്കുകൾ ഈ വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യാം, പുഴയിലേക്ക് വലിച്ചെറിയാം അല്ലേ. നല്ലൊരു തീരുമാനം ലീന പറഞ്ഞു കൊടുക്കുകയാണ്. നോക്കൂ മക്കളെ, ജമീ എല്ലാവരും കൂടെ പറഞ്ഞു, ഞാൻ അതെ, ഇത് നല്ലൊരു തീരുമാനമാണ്, ഫിക്രത്തുൻ റാഹിയ, ഇത് നല്ല അഭിപ്രായമാണ്, ഹയ്യാ നിർമീഹ ഹയ്യാ ഇലൽ അമൽ, നമുക്ക് എന്ത് ചെയ്യാം, എറിയാൻ വേണ്ടി പുഴയിലേക്ക് നീങ്ങാമെന്ന് പറഞ്ഞു. യഖ്റുജൂന മിനൽ മസ്രി ബിൽ അഖ്യാസ്, അവരെന്ത് ചെയ്തു, എറിയാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കുകൾ മറ്റേ പുഴയിലേക്ക് എറിയാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു, സ്റ്റേജിൽ നിന്ന് പുറത്തിറങ്ങി. അങ്ങനെ അവരെന്ത് ചെയ്തു, അവരുടെ കീസുകളുമായിട്ട് എവിടേക്ക് പോവുകയാണ്, നമ്മുടെ പുറത്തേക്ക് പോവുകയാണ്. ഇത് നോക്കൂ, ലിമാദ മനഅത്ത് ഷജറത്തു മിൻ തഹ്രീക്കുൻ നുഫയാത്ത്, എന്തുകൊണ്ടാണ് ഈ മരം ഈ പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുന്നതിനെ തടഞ്ഞതെന്നാണ് ചോദിച്ചത്. നോക്കൂ മക്കൾ, എന്തിനായിരുന്നു പറഞ്ഞത്, നമ്മൾ മരം പറഞ്ഞിരുന്നതാ, തഹ്രീക്കുൻ നുഫയാത്ത് മവദ്ദുൽ പ്ലാസ്റ്റിക്കിയ യളുറുന ജമീഅൻ വയദ്ഫൗന യുഫ്സിദുൽ അർള്, ഇതായിരുന്നു കാരണം അല്ലേ. നമ്മുടെ മരം പറഞ്ഞു കൊടുത്തിരുന്നു, എന്ത്, നിങ്ങളിട്ട് പ്ലാസ്റ്റിക്കുകളെ കത്തിച്ചാൽ അത് ജനങ്ങൾക്കും അതുപോലെ തന്നെ ഭൂമിക്കും അത് വലിയ പ്രശ്നമായി തീരുമെന്ന് മരം പറഞ്ഞു. അതുകൊണ്ടാണ് മരം കത്തിക്കരുതെന്ന് പറഞ്ഞിരുന്നത്, ശരിയല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടിയല്ലോ. ലിമാദ മനഅത്ത് ഷജറത്തു മിൻ തഹ്രീക്കുൻ നുഫയാത്ത്, വേസ്റ്റുകൾ കത്തിക്കരുതെന്ന് എന്തിനായിരുന്നു നമ്മുടെ മരം പറഞ്ഞെന്നുള്ളതിൻ്റെ ആൻസർ എന്താ, തഹ്രീക്കുൻ നുഫാത്ത് മവദ്ദിൽ പ്ലാസ്റ്റിക്കിയ യളുറുന ജമീഅൻ വയദ്ഫൗന യുഫ്സിദുൽ അർള് അല്ലേ, ഭൂമിയിൽ വലിയ ഫസാദ് ഉണ്ടാവുകയും അതുപോലെ തന്നെ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യുമെന്ന് ആര് പറഞ്ഞു, നമ്മളെ മരം പറഞ്ഞു കൊടുത്തു അല്ലേ മക്കളെ. നോക്കൂ, ഇനി നമ്മൾ ചെറിയൊരു കാര്യം പഠിക്കുകയാണ്, അഡീഷണലായിട്ട് ചെറിയൊരു പോയിന്റ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നോക്കൂ, നഖ്റഉ വനുമയ്യിസ്, നമുക്ക് എന്ത് ചെയ്യാം, വായിച്ച് മനസ്സിലാക്കാം, വായിച്ച് വിലയിരുത്താം, വായിച്ച് പഠിക്കാം. നോക്കൂ മക്കളെ, ഹുവ അതുപോലെ തന്നെ ഹും, ഈ ഹുവ ഹും എന്നുള്ളത് നിങ്ങൾക്ക് എവിടെയോ കേട്ട് പരിചയമുണ്ടോ? ഹുവ എന്ന് പറഞ്ഞാൽ എന്താ, ഹുവ എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ് അർത്ഥം. ഹുവ അവൻ അല്ലേ,
ഹുവ എന്ന് പറഞ്ഞാൽ അവനും ഹും എന്ന് പറഞ്ഞാൽ അവരും എന്നാണ്. ഇവിടെ എന്തെങ്കിലും മാറ്റമുണ്ടോ മക്കളെ? ഹുവ എന്ന് പറഞ്ഞാൽ അവൻ ഒരുവൻ, ഒറ്റ ആളെക്കുറിച്ച് പറയുമ്പോൾ അവൻ ഒരുവൻ, അവനെ മാത്രം പറയുമ്പോൾ അത് ഹുവയും, അതുപോലെ തന്നെ ഹും എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഇവിടെ ഹും എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തെക്കുറിച്ച് പറയുന്നു, അതുപോലെ തന്നെ ഹുവ എന്ന് പറഞ്ഞാൽ ഒരുത്തനെ കുറിച്ച് പറഞ്ഞു. നോക്കൂ മക്കളെ, ഇവിടെ ഓരോ ഉദാഹരണങ്ങൾ നമുക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, കറക്റ്റ് മനസ്സിലാകും. നോക്കൂ, യഗീബ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുവൻ എന്തായി? മറഞ്ഞു അല്ലേ? ഓബ യഗീബു അല്ലേ? ഓബ യഗീബു എന്ന് പറഞ്ഞാൽ എന്താ? ഒരുവൻ മറയുക എന്നുള്ളതിനാണ് യഗീബു എന്ന് പറയുക. അപ്പോൾ നോക്കി, യഗീബൂന എന്ന് പറഞ്ഞാൽ എന്താ? അവർ മറഞ്ഞു. അപ്പോൾ അവരെന്ന് പറയുമ്പോൾ അത് ഒരാളല്ല, അത് മൂന്നിൽ കൂടുതൽ ആളുകളുണ്ട്. നോക്കൂ മക്കളെ, യദ്ഖുലു എന്ന് പറഞ്ഞാൽ എന്താ? പ്രവേശിക്കുന്നു അല്ലേ? പ്രവേശിക്കുന്നു. ആര്? യദ്ഖുലു, അവൻ ഒരുവൻ പ്രവേശിക്കുന്നു. പക്ഷേ യദ്ഖുലൂന എന്ന് പറഞ്ഞാലോ അവർ ഒരുപാട് പേർ അല്ലേ? അവർ മൂന്നിൽ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നു? പ്രവേശിക്കുന്നു. യജ്മഉ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുമിച്ച് കൂടുന്നു. അവിടെ യജ്മഉ എന്ന് പറഞ്ഞാൽ ഹുവ യജ്മഉ, അവൻ ഒരുവൻ ഒരുമിച്ച് കൂടുന്നു. പക്ഷേ യജ്മഊന അവരെല്ലാവരും എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് കൂടുന്നു. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കുക, ഹുവ എന്ന് പറഞ്ഞാൽ മക്കളെ എല്ലാവരും ഇവിടെ വേണം. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ് അർത്ഥം. അതായത് ഒരുത്തനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഹുവ പറയാം. പക്ഷേ നോക്കൂ, ഹും എന്ന് പറഞ്ഞാൽ അവർ എന്നാണ് അർത്ഥം. മനസ്സിലായോ? അവർ എന്ന് പറഞ്ഞാൽ ഒരുവനാണോ? അല്ല, മൂന്നിൽ കൂടുതലോ ആളുകളാണ്. യസ്മഉ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നു, അവൻ ഒരുവൻ കേൾക്കുന്നു എന്നതാണ് യസ്മഉ എന്ന് പറഞ്ഞാൽ. പക്ഷേ യസ്മഊന അവർ മുഴുവൻ ആളുകളും എന്ത് ചെയ്യുന്നു? കേൾക്കുന്നു. അപ്പം ഞാൻ പറയാണ്, ഒരാളോട് പറയാണ്, നീ ആ ശബ്ദം കേട്ടോ എന്ന് ചോദിച്ചാൽ അവിടെ എന്താണ്? യസ്മഉ. അവിടെ ഒരൊറ്റ ആളെ ഞാൻ ചോദിക്കുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ ആ ശബ്ദം കേട്ടോ? ഞാൻ ക്ലാസ്സിൽ പോയി ചോദിക്കുകയാണ്, അൽ യസ്മഊന സൗത്ത, നിങ്ങൾ ആ ശബ്ദം കേട്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരാളോടാണോ ചോദിക്കുന്നത് മക്കളെ? അല്ല, അതിലവിടെ എന്തുണ്ട്? അല്ലെങ്കിൽ മൂന്നിൽ കൂടുതൽ ആളുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക, പഠിച്ചു വെച്ചോളുക. ഹുവ എന്ന് പറഞ്ഞാൽ ഒരുവനാണ്, ഒരുത്തനെ കുറിച്ച് പറയുന്നു, അത് മുദക്കറാണ്. പക്ഷേ നമ്മളെ ഹും എന്ന് പറഞ്ഞാൽ അത് ജം ആണ്, ഒരു കൂട്ടത്തെക്കുറിച്ച് പറയാനാണ് ജം ഉപയോഗിക്കുക. പൊന്നുമക്കളെ, യസ്മഉ എന്ന് പറഞ്ഞാൽ അവൻ കേൾക്കുന്നു എന്നാണ്. പക്ഷേ യസ്മഊന എന്ന് പറഞ്ഞാൽ അവർ കേൾക്കുന്നു എന്നാണ്. വളരെ സിമ്പിളാണ്. ഇതിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നോക്കൂ, അത് വെച്ചിട്ട് നമുക്ക് മനോഹരമായിട്ട് ഇതായിട്ട് ഫില്ല് ചെയ്താലോ? ഇവിടെ നോക്കൂ, യജീഊന എന്ന് പറഞ്ഞാൽ എന്താ? വരുന്നു. യജീഊന എന്ന് പറഞ്ഞാൽ അവർ വരുന്നു. അപ്പം നോക്കൂ, ഹുവ എന്നുള്ളടുത്ത് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? യജീഊന്ന് മാത്രം കൊടുത്താൽ മതി. യജീഊന്ന് മാത്രം കൊടുത്താൽ എന്താ? അവൻ വരുന്നു എന്ന് മാത്രമേ ആവുന്നുള്ളൂ. മറ്റേതോ യജീഊന എന്ന് പറഞ്ഞാൽ അവർ വരുന്നു എന്നാണ്. അടുത്ത് നോക്കി, യസ്റുഹു എന്നുള്ളതിൻ്റെ എങ്ങനെ ആക്കിയ? യസ്റുഹൂന അല്ലേ? യസ്റുഹൂന എന്നാക്കിയാൽ എന്തായി? മുദാരിയായി അല്ലേ? അതെന്തായി? ജം ആയി മാറി. അടുത്ത് നോക്കൂ മക്കളെ, യുഫ്സിദൂന ഫസാദാക്കുന്നു എന്നുള്ളതിൻ്റെ എന്താക്കിയാൽ മതി? യുഫ്സിദു എന്ന് കൊടുത്താൽ മതി. യുഫ്സിദു എന്ന് കൊടുത്താൽ എന്തായി മക്കളെ? അത് ഏകവചനമായി, അത് ഹുവ എന്നുള്ളതിനായി. യലുറു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? പ്രയാസമാക്കുന്നു, ബുദ്ധിമുട്ടാക്കുന്നു. അതിൻ്റേത് എങ്ങനെ വരിക? യലുറൂന എന്ന് കൊടുത്താൽ അതെന്തായി? അത് അതിൻ്റെ ജം ആയി മാറി. നോക്കൂ മക്കളെ, അപ്പോൾ ഇവിടെ നമ്മളെ മുലാരിയിൽ എങ്ങനെ ജംഇനെ ഉണ്ടാക്കാം, അതുപോലെ തന്നെ എങ്ങനെ മുലാരിയാക്കാം എന്നുള്ള ചോദ്യത്തിൽ നോക്കൂ, ഇവിടെ യാ ചേർത്ത് കൊടുത്താൽ, തുടക്കത്തിൽ യാ ചേർത്ത് നോക്കൂ, യഗീബൂന, അതുപോലെ തന്നെ യദ്ഖുലൂന, അതുപോലെ തന്നെ യജ്മഊന, യസ്മഊന, ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഇങ്ങനെ അവർ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? യസ്മഊന, യജ്മഊന എന്നുള്ളത് എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. മനസ്സിലായോ മക്കളെ? അപ്പോൾ നോക്കൂ, നമ്മുടെ ഹുവ എന്നുള്ളത് അവൻ ഒരുവനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അപ്പോൾ ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഉവയാണ്. ഒരു കൂട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഹും ആണ് എന്ന് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. യലുറു എന്ന് പറഞ്ഞാൽ എന്താ? പ്രയാസമാക്കുന്നു, അവൻ പ്രയാസമാക്കുന്നു എന്നാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഹും എന്ന് വെച്ചിട്ട് നമ്മൾ എങ്ങനെ എഴുതുക? യലുറൂന അല്ലേ? യലുറൂന എന്ന് പറഞ്ഞാൽ എന്തായി? അവർ പ്രയാസമാക്കുന്നു, അവർ പ്രയാസമുണ്ടാക്കുന്നു എന്തായി? മനസ്സിലായല്ലോ? അപ്പോൾ ഹുവയും ഹും എന്ന് പറഞ്ഞാൽ, ഹുവ എന്ന് പറഞ്ഞാൽ ഒരുവനെ കുറിച്ച് പറയുന്നു, ഹും എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തെക്കുറിച്ച് പറയുന്നു. സെറ്റായി എന്ന് സാറ് വിശ്വസിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അൽ മഷ്ഹദുസാനി, രണ്ടാമത്തെ സീനിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ സീനിൽ നമ്മൾ അവസാനം എവിടം വരെ എത്തി? അവർ പുഴയിലേക്ക് എറിയാൻ വേണ്ടിയിട്ട് പോകുന്ന സീനാണ് നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞത് അല്ലേ? അവരോട് നമ്മളെ ആര് പറഞ്ഞു? ലീനൊരു അഭിപ്രായം പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം? എന്നാൽ പുഴയിലേക്ക് വേസ്റ്റ് എറിയാമെന്നുള്ള അഭിപ്രായത്തിലേക്ക് അവരെത്തി. അങ്ങനെ അവർ പുഴയിലേക്ക് എറിയാൻ വേണ്ടി പോകുന്നു. മക്കളെ നോക്കൂ, ഇനി അൽ മഷ്ഹദുസാനി, നമ്മൾ രണ്ടാമത്തെ സീനിലേക്ക് കടക്കാൻ പോവാണ്. അലാ മസ്ര ഇസ്വയ്യാദിൽ അസ്മാക്കി അല്ലേ? ഈ രണ്ടാമത്തെ സീനിൽ നമ്മൾ സ്റ്റേജിൽ കാണുന്നത് എന്താണെന്ന് അറിയോ? അലാ മസ്ര, സ്റ്റേജിൻ്റെ മുകളിൽ, മസ്ര എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? സ്റ്റേജാണ്. അപ്പോൾ അലാ മസ്ര, ഈ സ്റ്റേജിലുണ്ട് ആരുണ്ട്? സ്വയ്യാദുൽ അസ്മാക്ക്,
സൊയ്യാദുൽ അസ്മാക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ക്യാരക്ടറിൻ്റെ റോൾ എന്തായിരുന്നു? യെസ്, മീൻപിടുത്തക്കാരൻ അല്ലേ? ഒരു മീൻപിടുത്തക്കാരുണ്ട്. യജ്ലിസു വസീൻ, വളരെ ദുഃഖിതനായിട്ട് അവൻ എങ്ങനെ ഇരിക്കുകയാണ്. ഫി ലഫത്തിൻ നഹർ, ലഫത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ലഫത്ത് എന്ന് പറഞ്ഞ തീരത്ത്, അതായത് നെഹർ, പുഴയുടെ തീരത്ത് നമ്മളെ ഒരു മീൻപിടുത്തക്കാരൻ വളരെ ദുഃഖിതനായി വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അമാമഹു, അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ട്. അമാമു എന്ന് പറഞ്ഞാൽ എന്താ? മുമ്പിൽ. അമാമു, അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ട്. എന്തുണ്ട് മക്കളെ? ഷബക്കത്തുൻ. ഷബക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നെറ്റ്. അപ്പോൾ മീൻപിടുത്തക്കാരൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു നെറ്റ് ഉണ്ട്. എന്തിന്? മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നെറ്റ് ഉണ്ട്. ഷബക്കത്ത് എന്ന് പറഞ്ഞാൽ നെറ്റ്, മീൻ വല എന്നൊക്കെ പറയാം അല്ലേ? മലീഅത്തും ബിൻ ഉഫയാത്ത്. പക്ഷേ ആ നെറ്റിൽ മീനുകളല്ല ഉള്ളത്, മറിച്ച് എന്താ ഉള്ളത്? മലീഅത്തും ബിൻ ഉഫയാത്ത്, വേസ്റ്റുകൾ, മാലിന്യങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട ഒരു നെറ്റാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. എന്നിട്ട് അദ്ദേഹം അതും പിടിച്ച് വളരെ വിഷമിതനായിട്ട് വളരെ ദുഃഖിതരായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സീനാണ് നമ്മുടെ രണ്ടാമത് കർട്ടൻ പൊന്തിച്ചപ്പോൾ നമ്മൾ കാണുന്നത് തന്നെ. നോക്കൂ, വഹാലിയത്ത് മിനൽ അസ്മാക്ക്, ഒരു മീനുകളും എന്തിലില്ല? അതിലില്ല, നെറ്റിലില്ല. യദ്ഖുലുൽ ഔലാദു മസ്രിയൻ ഹാമിലീനൽ അഖ്യാസ്. അപ്പം എന്ത് ചെയ്യാണ്? വിദ്യാർത്ഥികൾ ഇങ്ങനെ സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. എന്തുമായിട്ട്? അവരുടെ കീസിൽ എന്തുണ്ട്? ഒരുപാട് വേസ്റ്റുകളുണ്ട് അല്ലേ? ഒരുപാട് മാലിന്യങ്ങളുണ്ട്. അതുമായിട്ട് എന്ത് ചെയ്യാൻ അവരിങ്ങനെ സ്റ്റേജിലേക്ക് കടന്നു വരിക. സ്റ്റേജിൽ ഓൾറെഡി ആര് കുത്തിരിക്കുന്നുണ്ട്? ദുഃഖിതനായിക്കൊണ്ട് നമ്മളെ സൊയ്യാദുൽ അസ്മാക്ക്, മീൻപിടുത്തക്കാരൻ, മീൻ വേട്ടക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നോക്കൂ മക്കളെ. അപ്പോൾ അമല് ചോദിക്കുകയാണ്. അമല് സ്റ്റേജിലേക്ക് കയറി കണ്ടപ്പോൾ തന്നെ നമ്മൾ ഈ ആളെങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ അമല് ചോദിച്ചു, മൻ അൻസ്, നിങ്ങൾ ആരാണ് അല്ലേ? അമല് ചോദിക്കുകയാണ്. അറിയാത്ത ഒരാളെ കണ്ടപ്പോൾ, മൻ അൻസ്, നിങ്ങൾ ആരാണ്? ലിമാ തജ്ലിസു ഹുനാ ഹസീനൻ, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ദുഃഖിതനായി ഇരിക്കുന്നതെന്ന് നമ്മൾ അമല് ചോദിക്കുകയാണ് മക്കളെ. നോക്കൂ, സൊയ്യാദ് പറഞ്ഞു, അന സൊയ്യാദ് സമക്ക്, ഞാൻ എന്താണ്? ഒരു മീൻപിടുത്തക്കാരനാണ്. ഉളുറൂ ഇലാ ശബഖതി, നിങ്ങൾ നോക്കൂ എൻ്റെ നെറ്റിലേക്ക്, എൻ്റെ വലയിലേക്ക് നിങ്ങൾ നോക്കൂ എന്ന് ആ സൊയ്യാദ് വളരെ പാവപ്പെട്ടില്ലേ, വളരെ സങ്കടത്തോടു കൂടെ നമ്മളെ കുട്ടികളോട് പറഞ്ഞു. അപ്പോൾ ഹാദിൽ പറയാണെന്ത്? മാതാ ഹദസ്, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? അമ്മ അസ്ലത്തൽ അസ്മാക്ക്, നിങ്ങൾക്ക് എന്താ മീനിനെ കിട്ടാത്തത് അല്ലേ? നിങ്ങളിൽ എന്താ മീനിനെ കാണാത്തതെന്ന് ചോദിക്കും. അപ്പം നമ്മുടെ സൊയ്യാർ പറഞ്ഞു, അജീഹുന കൈ അസ്ദാദൽ അസ്മാക്ക്, ഞാൻ ഇവിടെ വന്നത് തന്നെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ബൽ ഹാലിയൻ നഹ്സുൽ അലാ നുഫയാത്തിൽ ഫഖദ്, പക്ഷേ എനിക്ക് മീനുകളൊന്നും കിട്ടുന്നില്ല. എനിക്ക് കിട്ടുന്നത് എന്ത് മാത്രമാണ് മക്കളെ? നുഫയാത്ത്, ഒരുപാട് മാലിന്യങ്ങൾ മാത്രമാണ് എൻ്റെ നെറ്റിലേക്ക് വന്ന് കൂടുന്നതെന്ന് ആര് പറഞ്ഞു? നമ്മളെ സൊയ്യാദ് വളരെ വിഷമിതനായിട്ട് പറഞ്ഞു. നോക്കൂ, കുട്ടികൾ പറയാണല്ലോ, ഔലാദ് കുട്ടികൾ പറഞ്ഞു, അവരെന്ത് ചെയ്തു? കുട്ടികളൊക്കെ എന്ത് ചെയ്തു? നമ്മളെ ആ നെറ്റിലേക്ക് നോക്കി. ആ സമയത്ത് യാ അജബ്, ഓ അത്ഭുതമേ അല്ലേ? തലയെ കൈവച്ച് പറയാണ്, ഓ എൻ്റെ റബ്ബേ എന്നുള്ളതിനില്ല, യാ ലാ അജബ്, ഓ എൻ്റെ അത്ഭുതമേ, ശബഖത്തുൻ മംലൂഅത്തുൻ ബിൻ നുഫയാത്ത്, നമ്മുടെ ഈ നെറ്റ് എന്നുള്ളത്, ഈ വല എന്നുള്ളത് എന്താണ്? മംലൂഅത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ? നിറഞ്ഞിരിക്കുന്നു. എന്തിനെ കൊണ്ട്? ബിൻ നുഫയാത്ത്. നുഫയാത്ത് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് അല്ലേ? നിർബന്ധമായിട്ടും മറന്നു പോലെ പഠിക്കേണ്ടതാണ്. മാലിന്യം അല്ലേ? മാലിന്യങ്ങൾ കൊണ്ട് ഈ നെറ്റ് മുഴുവനും എന്ത്? ശബഖത്ത് മുഴുവനും നിറഞ്ഞിരിക്കുകയാണ്. കൈഫ ഹാദ, ഇതെങ്ങനെയാണ് അല്ലേ? കുട്ടികൾ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, മീൻ പിടിക്കാൻ വന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും വേസ്റ്റുകൾ നിങ്ങളുടെ വലയിൽ വന്ന് കൂടിയതെന്ന് ചോദിച്ചപ്പോൾ അസ്വയാദ്, നമ്മളെ വേട്ടക്കാരൻ പറയാണ്, മീൻപിടുത്തക്കാരൻ പറയാണ്, അന്നാസ് യർമൂനൽ ഖാദുറാത്ത് ഇലൽ മിയാ, വേട്ടക്കാരൻ പറഞ്ഞു, അന്നാസ് ജനങ്ങൾ എന്ത് ചെയ്യുന്നു? യർമൂന, അവരെറിയുന്നു, അൽ ഖാദുറാത്ത്, അൽ ഖാദുറാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വേസ്റ്റുകളെ, പ്ലാസ്റ്റിക്കുകൾ അവരെറിയുന്നു, ഇലൽ മിയാ, ഈ വെള്ളത്തിലേക്ക് അവരെറിയുന്നു മക്കളെ. നോക്കൂ, അപ്പം ലീന പറയാണെന്ത്? ഞങ്ങൾ വന്നതും, ലീനനോട് പറയാണെന്ത്? ഞങ്ങൾ ഇവിടെ വന്നതും കൈ നെർമിയ, ഞങ്ങൾ എറിയാൻ വേണ്ടിയിട്ടാണ്. കൈ എന്ന് പറഞ്ഞാൽ വേണ്ടി, അപ്പോൾ കൈ നെർമിയ, ഞങ്ങൾ എറിയാൻ വേണ്ടിയിട്ടാണ്. എന്തെറിയാൻ വേണ്ടിയിട്ടാണ്? അന്നുഫയാത്ത്, ഈ വേസ്റ്റുകളെ ഇലൻ നെഹർ, ഈ പുഴയിലേക്ക് എറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളും ഇവിടെ വന്നതെന്ന് ആര് പറഞ്ഞു? ലീന പറഞ്ഞു. അപ്പോൾ സൊയ്യാദ് പറയാണെന്ത്? നമ്മളെ മീൻപിടുത്തക്കാരൻ പറഞ്ഞു, യക്കൂമു ഹായിസൻ ആഹിറൻ, വളരെ ദുഃഖിതനായിക്കൊണ്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നമ്മളെ വേട്ടക്കാരൻ പറഞ്ഞു, അയ്യോ അൽ ഔലാദ്, ഓ എൻ്റെ പൊന്നുമക്കളെ, ലാ തർമൂ, നിങ്ങൾ എറിയല്ലേ, അൽ ഖാദുറാത്ത്, നിങ്ങൾ ഈ വേസ്റ്റുകളെ എറിയല്ലേ, ഫീ മവാരിദിൽ മിയാ, ഈ വെള്ളത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യല്ലേ? ഈ വേസ്റ്റുകൾ നിങ്ങൾ ഇടല്ലേ. ഇന്നഹാ തുലവ്വിസുഹ ഫതുഹ്ലികുൽ അഹിയാഹ, നിശ്ചയമായും ഇന്നഹാ തുലവ്വിസുഹ, നിങ്ങൾ അങ്ങനെ എറിഞ്ഞാൽ എന്താകും? നമ്മളെ
ഇത് മുഴുവൻ ഈ പുഴ മുഴുവൻ എന്താകും മലിനമായി മാറും ഫതുഹിലു കഹിയാഹ നമ്മുടെ ജീവിതം എന്ത് പോകും നശിച്ചു പോകുമെന്ന് ആര് പറയൂ സൊയ്യാദ് പറഞ്ഞു. അപ്പോൾ അമൽ പറയാണ് സ്വതക്കത്ത് നിങ്ങൾ സത്യം പറഞ്ഞിരിക്കും നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അൽ മാഹു റൂഹുന വ ഹയാത്തുന വെള്ളം എന്നുള്ളത് നമ്മുടെ ജീവിതമാണ് അതുപോലെ തന്നെ നമ്മുടെ ആത്മാവാണ് അല്ലേ. വെള്ളമില്ലാത്ത ഒരാൾക്ക് ജീവിക്കാൻ കഴിയോ പൊന്നുമക്കളെ? ഒരു ദിവസം ഒരു തുള്ളി വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷെ എന്ത് ചെയ്യാം മരണപ്പെട്ടു പോകാൻ വരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത ജീവിതത്തിൻ്റെ ആത്മാവ് ആണ് എന്ത് വെള്ളം എന്നുള്ളത് നമ്മൾ അമൽ വളരെ മനോഹരമായി പറഞ്ഞു. നോക്കൂ ലന്നുഫ്സിദു ബിഅത്തന നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് നമ്മുടെ പരിസരങ്ങളെ അല്ലേ. ബിഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ പരിസരത്തെ നമ്മൾ എന്ത് ചെയ്യരുത് ഒരിക്കലും നമ്മൾ എന്താക്കരുത് മലിനമാക്കി കളയരുത് അല്ലേ. നമ്മുടെ പരിസ്ഥിതിയും നമ്മളെ പരിസരവും നമ്മൾ വളരെ കീപ്പ് ആൻഡ് കാം ആൻഡ് കൂളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിനെ കീപ്പ് ചെയ്യണം. അല്ലാതെ വേസ്റ്റുകൾ വലിച്ചെറിഞ്ഞ് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഒരു പ്രവൃത്തി നമ്മളിൽ നിന്നോ നിങ്ങളിൽ നിന്നോ എന്നിൽ നിന്നോ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടാവാൻ പാടുണ്ടോ മക്കളെ? ഇല്ല. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് അങ്ങനെ വേസ്റ്റുകൾ മാലിന്യമാക്കിയിട്ട് എന്ത് ചെയ്യരുത് റോഡരികിൽ കൊണ്ടുപോയി ഇടരുത്. മറ്റു സ്ഥലങ്ങളിലും മറ്റു പുഴകളിലും മറ്റു നദികളിൽ കൊണ്ടുപോയി എന്ത് ചെയ്യരുത് ആ വേസ്റ്റുകൾ നമ്മൾ ആരും കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് കാട്ട് കൊണ്ടുപോയി എറിയുക റോഡ് സൈഡിൽ കൊണ്ടുപോയി എറിയുക അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യരുത് മക്കളെ. തീരുമാനിച്ചോളൂ. ഞാനും എൻ്റെ 7ാം ക്ലാസ്സിലത്തെ മക്കളും ഇനി അത് ചെയ്യൂല. നോക്കൂ ഫഹിജത്തൻ പെട്ടെന്ന് യസ്മഊന ബൂക സയ്യാറത്തുൽ ഇസ്ആഖ് അല്ലേ. അപ്പോൾ ഇവിടെ സൊയ്യാദും അതുപോലെ തന്നെ നമ്മുടെ മീൻപിടുത്തക്കാരനും കുട്ടികളൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഫഹിജത്തൻ പെട്ടെന്ന് ഫഹിജത്ത് എന്ന് പറഞ്ഞാൽ എന്താ പെട്ടെന്ന് യസ്മഊൻ അവർ കേട്ടു ബൂക്ക സയ്യാറത്ത് അല്ലേ. ഒരു സൈറൻ ബൂക്ക എന്ന് പറഞ്ഞാൽ എന്താ ബൂക്ക എന്ന് പറഞ്ഞാൽ സൈറൻ അല്ലേ. നമ്മൾ ആംബുലൻസിൻ്റെ സൈറൻ ആണ് ബൂക്ക അല്ലേ. അപ്പോൾ ബൂക്ക സയ്യാറത്തിൽ ഇസ്ആഫ് എന്ന് പറഞ്ഞാൽ ആംബുലൻസ്. അപ്പോൾ ആംബുലൻസിൻ്റെ ഒരു സൈറൻ അവരിങ്ങനെ കേട്ടു. അപ്പം പെട്ടെന്ന് അവരിങ്ങനെ വർത്താനം പറയാണ്. ദെൻ പെട്ടെന്ന് എന്ത് ചെയ്തു ഒരു ആംബുലൻസിൻ്റെ സൗണ്ട് ഒരു സൈറൻ ഇങ്ങനെ കേട്ടു. ആ സൊയ്യാദ് അപ്പം വേട്ടക്കാരൻ പറഞ്ഞു അതായത് മീൻപിടുത്തക്കാരൻ പറഞ്ഞു യുഷീർ ബിആദിഹിൻ നഹ്വ സൗത്ത് അല്ലേ. നിങ്ങൾ ആ ശബ്ദം കേട്ടോ? നിങ്ങൾ ആ ശബ്ദം കേട്ടിട്ട് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? എന്താണ് ബൂക്കുൽ ഇസ്വാഖ്? അതെന്താണ് ആംബുലൻസിൻ്റെ സൈറൻ്റെ ശബ്ദമാണ്. കം മിൻ ഉനാസിൻ യംറഊന യൗമൻ ഫയൗമൻ. അപ്പോൾ നമ്മളെ സൊയ്യാദ് വളരെ വിലപ്പെട്ട കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറയുന്നതെന്നറിയോ? കം മിൻ ഉനാസിൻ എത്ര ജനങ്ങളാണ് അല്ലേ. ജനങ്ങളിൽ നിന്ന് എത്ര ആളുകളാണ് യംറഊന അവർ രോഗിയാകുന്നു യോമൻ ഫയോമൻ ഓരോ ദിവസവും യോമൻ ഫയോമൻ അതായത് ഇന്ന് നാളെ അതായത് ഒരു ഇടവേളയും ഇല്ലാതെ ഡെയിലി എന്തായിക്കൊണ്ടിരിക്കുകയാണ് രോഗിയായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ മക്കളെ? അല്ലേ നമ്മുടെ പരിസരത്തെ മലിനമാക്കുന്നത് കാരണത്താൽ ദിനേന പ്രതി അല്ലെ എല്ലാ ദിവസവും എന്താണ് ഒരുപാട് രോഗികൾ എന്താണ് ഒരുപാട് രോഗികൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. ആര്? നമ്മളെ മീൻപിടുത്തക്കാരൻ. മുസ്തശ്ഫിയാത്ത് ഫീ ബലദിന നമ്മുടെ നാട്ടിൽ ആശുപത്രികളുടെ എണ്ണം മുസ്തശ്ഫിയാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മുസ്തശ്ഫിയാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആശുപത്രി. അപ്പം നമ്മുടെ നാട്ടിൽ എന്താണ് ആശുപത്രികളുടെ എണ്ണങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ആശുപത്രിയിലേക്ക് ആളുകളെ ആളുകൾക്ക് ആശുപത്രികൾ മതിയാവാതിരിക്കുകയാണ്. കാരണം എന്താ? രോഗങ്ങളാണ് ഡെയിലി ദിനേന ഓരോ രോഗങ്ങൾ അധികരിക്കാനുള്ള കാരണം എന്താ മക്കളെ? നമ്മൾ തന്നെയാണ് കാരണം. നമ്മൾ ഭക്ഷിക്കുന്ന വേസ്റ്റുകൾ നമ്മൾ അവിടെയും ഇവിടെയും കൊണ്ടുപോയി ഇടുക അല്ലേ. ഓരോ വേസ്റ്റുകളും നമ്മൾ ഭൂമിയിലേക്ക് വലിച്ചെറിയുക. അത് കാരണം ഭൂമി നാശമാകുന്നു. ഈ അന്തരീക്ഷം ഈ വായു എന്ത് ചെയ്യുന്നു? ആകെ മലിനമാകുന്നു. ആ വായു നമ്മൾ ശ്വസിക്കുന്നു. ആ കാരണത്താൽ എന്ത് ചെയ്യുന്നു? നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നു. പൊന്നുമക്കളെ ശ്രദ്ധിച്ചോളൂ. അൽ ഔലാദ് കുട്ടികൾ പറഞ്ഞാണ് യാഹം ഓൻ്റെ ഉപ്പ അതായത് ഓൻ്റെ എളാപ്പ ഓൻ്റെ ഉപ്പാപ്പ കൈഫ നതഹല്ലസു മിൻ ആദിഹിൽ മുഷ്കില നമ്മൾ എങ്ങനെയാണ് ഈ പ്രശ്നത്തിൽ നിന്ന് നമ്മളൊന്ന് കഴിച്ചിലാവുക നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെടാൻ ചോദിച്ചപ്പോൾ ആ സൊയ്യാദ് വേട്ടക്കാരൻ പറഞ്ഞു ഹലുമ്മിയുമായി അല്ലേ തകൽ നിങ്ങൾ എൻ്റെ കൂടെ വരുമെന്ന് ആര് പറഞ്ഞു? നമ്മുടെ വേട്ടക്കാരൻ പറഞ്ഞു. നോക്കി യഗീബൂന അനിൽ മസ്ർ അങ്ങനെ അവരെന്ത് ചെയ്തു? ഈ സ്റ്റേജിൽ നിന്ന് അവരെന്ത് ചെയ്തു? മാഞ്ഞു പോയി. അപ്പോൾ നമ്മളെ സൊയ്യാദ് പറയാണ് നമ്മളെ കുട്ടികൾ ചോദിച്ചു നമ്മൾ എങ്ങനെയാണ് ഇനി ഈ പ്രശ്നങ്ങൾക്ക് എന്ത് ചെയ്യുക ഒരു പരിഹാരം കാണുമെന്ന് ചോദിച്ചപ്പോൾ നമ്മളെ സൊയ്യാദ് അവരെയും കൂട്ടിയിട്ട് പറഞ്ഞു നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരും ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ സൊയ്യാദ് നമ്മളെ മീൻപിടുത്തക്കാരൻ എന്ത് ചെയ്തു? പ്രശ്ന പരിഹാരത്തിന് വേണ്ടി കൊണ്ടുപോവുകയാണ് മക്കളെ. യഖീബൂൻ അനിൽ മിസ്ർ അവരെന്ത് ചെയ്തു? സ്റ്റേജിൽ നിന്ന് മാഞ്ഞു പറഞ്ഞു. നോക്കൂ മാ സബബു ഹുസ്നു സൊയ്യാദ് അല്ലേ. സൊയ്യാദ് ദുഃഖിതനായിട്ട് ഇരിക്കാനുള്ള കാരണം എന്തായിരുന്നു എന്താ മക്കളെ ആൻസർ? സൊയ്യാദ് ദുഃഖിതനായിട്ട് ഇരിക്കാനുള്ള കാരണം എന്തായിരുന്നു? ഒരു മീനിനെ പോലും എന്ത് ചെയ്യുന്നില്ല ആ സൊയ്യാദിന് കിട്ടുന്നില്ല. അതെന്നാണ് അതിൻ്റെ കാരണം. അടുത്ത് നോക്കൂ കൈഫ തളുറു നുഫയാത്ത് മവാരിദിൽ മിയാ എങ്ങനെയാണ് നമ്മുടെ
ഈ വെള്ളത്തെയൊക്കെ എങ്ങനെയാണ് നമ്മൾ പ്ലാസ്റ്റിക്കുകൾ മോശമാക്കുന്നത്? എങ്ങനെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നു? പ്ലാസ്റ്റിക്കുകളും വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നു മക്കളെ? പുഴയിൽ കൊണ്ടുപോയി ഒഴിക്കുന്നു. ആ പുഴയിൽ കൊണ്ടുപോയി ഒഴിക്കുന്നതിലൂടെ ആ വെള്ളങ്ങൾ എന്ത് ചെയ്യുന്നു? മുഴുവനായിട്ട് മാലിന്യമായി മാറുന്നു. നോക്കൂ, തദ്കുറുൽ മവാരിദിൽ മിയാഇല്ലത്തി നഅരിഫുഹ, നമ്മൾക്കറിയാവുന്ന വെള്ളത്തിൻ്റെ ഉറവിടങ്ങളെ പറയാനാണ് പറയുന്നത്. നോക്കൂ മക്കളെ, എത്ര ഉദാഹരണങ്ങളുണ്ട് അല്ലേ? ബിർ എന്താണ്? കിണർ അല്ലേ? കിണർ എന്താണ്? നമുക്ക് വെള്ളം തരുന്നൊരു ഉറവിടമാണ്. അതുപോലെ തന്നെ അന്നഹർ, നെഹർ എന്ന് പറഞ്ഞാൽ എന്താ? പുഴ. അതുപോലെ തന്നെ അൽ ബഹർ, എന്ത്? കടൽ. ഇതൊക്കെ എന്താണ്? വെള്ളം തരുന്ന സ്രോതസ്സുകളാണ്. അതുപോലെ തന്നെ അൽ ജദ്വൽ, ജദ്വൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? തോട് അല്ലേ? ഇതൊക്കെ എന്താണ് മക്കൾ? അൽ ബിർക്കത്ത്, ബിർക്കത്ത് എന്ന് പറഞ്ഞാലും തോടാണ് അല്ലേ? ഈ ബിർക്കത്ത്, അതുപോലെ തന്നെ ജദ്വൽ, ബിഹിർ, നെഹർ, ബഹർ, ഇതൊക്കെ എന്താണ്? നമ്മൾക്ക് വെള്ളം തരുന്ന സ്രോതസ്സുകളാണ്. നദ്കുറു മവാരിദിൽ മിഹാഇല്ലത്തി നഅരിഫുഹ, നമ്മൾക്കറിയാവുന്ന വെള്ളം കിട്ടുന്ന സ്രോതസ്സുകളെ എഴുതാനാണ് പറഞ്ഞത്. എഴുതിക്കൂടെ? വളരെ മനോഹരമായിട്ട് എഴുതിക്കൂടെ? ബിർ നെയ്താലോ, നെഹർ നെയ്താലോ, ബഹർ നെയ്താലോ, ജദ്വൽ നെയ്താലോ, ബിർക്കത്ത് നെയ്താലോ മക്കളെ? നോക്കൂ മക്കളെ, ഇനി നോക്കൂ, നുഅബ്ബിറു വനുമസ്സിലു ഫിൽ ഫസ്ൽ അല്ലേ? നമ്മളോട് എന്ത് ചെയ്യാനാണ്? ഈ കാര്യങ്ങൾ വായിച്ചിട്ട് മനസ്സിലാക്കാനാണ് പറയുന്നത്. വാ ഹാസഫ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വാ അസഫ അല്ലേ? ഓ എൻ്റെ പരാജയമേ. നമ്മളൊരു ദുഃഖമായിട്ടുള്ള കാര്യം പറയുമ്പോൾ പറയുന്ന വേർഡാണ് എന്ത്? വാ അസഫ അല്ലേ? ഓ എൻ്റെ ദുഃഖമേ എന്നൊക്കെ പറയൂ. അടുത്ത് നോക്കൂ, ഹൈവ മുആഫിഖൂന, എന്താ? യെസ്, ഞങ്ങൾ എന്ത് ചെയ്യുന്നു? യോജിക്കുന്നു. ഹൈവ മുആഫിഖൂന, ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ആ തീരുമാനത്തോട് യോജിക്കുന്നു. അതിന് പറയുന്ന അറബി എന്താണ്? ഹൈവൽ മുആഫിഖൂന. ഇനി നോക്കൂ, ഇന്ദി ഫിക്രത്തുൻ, എൻ്റെ അടുത്തൊരു ചിന്തയുണ്ട് എന്നുപയോഗിക്കാനാണ് എന്ത് പറയുക? ഇന്ദി ഫിക്രത്തുൻ എന്ന് പറയുക. യാ അൽ അജബ്, ഓ എൻ്റെ അത്ഭുതമേ അല്ലേ? ഓ എൻ്റെ അത്ഭുതമേ എന്ന് ഉപയോഗിക്കാനാണ് യാ ലൽ അജബ് എന്ന് ഉപയോഗിക്കുക. നീ നോക്കൂ, ഹലുമ്മു മഈ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ എൻ്റെ കൂടെ വരൂ. ഹലുമ്മു മഈ, നിങ്ങൾ എൻ്റെ കൂടെ വരൂ എന്നുള്ളതിനാണ് ഹലുമ്മു മഈ എന്ന് ഉപയോഗിക്കുക. തവഫക്കു അർജുക്കു, നമ്മളെ പാഠത്തിൻ്റെ ഹെഡിങ് തന്നെ എന്താണ്? തവഫക്കു അല്ലേ? നിർത്തു, സ്റ്റോപ്പ്. പ്ലീസ് അർജുക്കും, പ്ലീസ്. അപ്പോൾ പ്ലീസ് സ്റ്റോപ്പ് എന്നുള്ളതിൻ്റെ അറബിയാണ് എന്ത്? തവഫക്കു അർജുക്കും എന്നുള്ളത്. അടുത്ത് നോക്കൂ, അൻതും തൊയ്യിബൂൻ, നിങ്ങൾ എന്താണ്? നല്ലവരാണ്, നല്ല ചിന്താഗതിയുള്ളവരാണ്. അതിനുപയോഗിക്കുന്ന അറബി വേർഡാണ് അൻതും തൊയ്യിബൂൻ എന്നുള്ളത്. നോക്കൂ മക്കളെ, ഫിക്രത്തുൻ റാഇയ, നല്ല വിശാലമായ മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിന്ത അല്ലേ? നല്ല ചിന്തക്കാണ് എന്തെന്ന് പറയുക? ഫിക്രത്തുൻ റാഇയ എന്ന അറബിയിൽ പറയുക. നോക്കൂ, അൻത സ്വഹീ, നീ പറഞ്ഞത് ശരിയാണ്. അൻത സ്വഹീ അല്ലേ? നീ പറഞ്ഞത് ശരിയാണ്, നീ നല്ലവനാണ് എന്ന് ഉപയോഗിക്കുന്നതിൻ്റെ അറബി വേർഡാണ് എന്ത് മക്കളെ? അൻത സ്വഹീ എന്നുള്ളത്. അപ്പോൾ അൻത സ്വഹീ എന്നുള്ളത് പഠിച്ചു വെക്കണം. ഫിക്രത്തു റാഇയ, നല്ല ചിന്ത അല്ലേ? നല്ല തീരുമാനം എന്നുള്ളതിന് ഫിക്രത്തു റാഇയാണ് അറബിയിൽ പറയുക. അൻതും തൊയ്യിബൂൻ, നിങ്ങൾ നല്ലവരാണ് എന്നുള്ളതിന് അല്ലേ? നമ്മളൊരു കൂട്ടത്തോട് പറയും അൻതും യാ ഔലാദ് അൻതും തൊയ്യിബൂൻ, നിങ്ങൾ നല്ല മക്കളാണെന്ന് പറയാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? അൻതും തൊയ്യിബൂൻ എന്നുള്ള അറബി വാക്ക്. നോക്കൂ മക്കളെ, തവഫഖു അർജുക്കും അല്ലേ? പ്ലീസ് സ്റ്റോപ്പ്, ഒന്ന് നിർത്തൂ, ഈ യുദ്ധം ഒന്ന് നിർത്തൂ. ഈ ഫലസ്തീനും അതുപോലെ തന്നെ ഫലസ്തീനും അതുപോലെ തന്നെ നമ്മുടെ യുദ്ധങ്ങളിലെ ഫലസ്തീനും അതുപോലെ തന്നെ ഇസ്രായേലുമുള്ള യുദ്ധം ഒന്ന് നിർത്തുമെന്ന് നമ്മൾ അവരോട് കെഞ്ചുകയാണെങ്കിൽ തവഫക്കു അർജുക്കും, പ്ലീസ് നിങ്ങൾ ആ കുട്ടികളെ കൊന്നുകളയല്ലേ, നിങ്ങൾ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ എന്ന് നമുക്ക് അവരോട് പറയണമെങ്കിൽ അറബിയിൽ പറയാം എങ്ങനെ? തവഫക്കു അർജുക്കും, സ്റ്റോപ്പ് പ്ലീസ് എന്ന് പറയാം അല്ലേ? നോക്കൂ, അലുമ്മി മഹി, നിങ്ങൾ എൻ്റെ കൂടെ വരൂ അല്ലേ? വെൽക്കം അല്ലേ? നിങ്ങൾ എൻ്റെ കൂടെ വരൂ എന്നുള്ളതിന് പറയുന്നതിൻ്റെ വേർഡാണ് എന്ത്? അലുമ്മു മഹി എന്നുള്ളത്. അപ്പം എന്ത് ചെയ്യണം? ഓരോ വേർഡുകളും മനോഹരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, അത് പഠിച്ചു വെക്കണം. നമുക്ക് പല സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുക? മനോഹരമായിട്ട് അത് ഉപയോഗപ്പെടുത്താം മക്കളെ. നോക്കൂ, ഇനി നമ്മൾ മഷ്അദു സാലിസ്, മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ 2 സീനുകൾ കഴിഞ്ഞു, ഇനി സീൻ 3. അപ്പോൾ സീൻ 2 കഴിയുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും നമ്മളെ കർട്ടനുകൾ ഇങ്ങനെ താവും അല്ലേ? പിന്നീട് ആ കർട്ടനുകൾ താന്ന അന്തരീക്ഷത്തിൽ നിന്ന് വേറൊരു അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മളെ സ്റ്റേജ് മാറും. പിന്നെ കർട്ടൻ പൊന്തുമ്പോൾ നമ്മൾ കാണുന്നത് മനോഹരമായിട്ടുള്ള വേറൊരു സീനറി ആയിരിക്കും. ഇവിടെ നോക്കൂ, നമ്മൾ കാണുന്ന അൽ മസ്റഹ്, നമ്മൾ സ്റ്റേജിലേക്ക് 3ാമത്തെ സെക്ഷനിലേക്ക് എത്തിയപ്പോൾ, 3ാമത്തെ സ്ഥലത്തെത്തിയപ്പോൾ, 3ാമത്തെ കർട്ടൻ പൊന്തിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് എന്താ മക്കളെ? ബൈത്തുൻ സൊയ്യാദുൻ അസമക്ക്, നമ്മൾ ആരുടെ വീടാണ്? നമ്മളൊരു വീടാണ് കാണുന്നത്. 3ാമത്തെ കർട്ടൻ പൊക്കിയപ്പോൾ ഉണ്ട് ആ സ്റ്റേജിൽ മനോഹരമായിട്ടുള്ളൊരു വീട്. ആരുടെ വീട്? സൊയ്യാദു സമക്ക്, ഈ മീൻപിടുത്തക്കാരൻ്റെ വീടാണ് നമ്മൾ കാണുന്നത്. യഖഉ ബൈനൽ ബുസ്താനി വൽ മസ്റഹ, അത് എന്തിൻ്റെ ഇടയിലാണ്? നല്ല മനോഹരമായ പൂന്തോട്ടത്തിൻ്റെയും മനോഹരമായിട്ടുള്ള കൃഷിസ്ഥലങ്ങളുടെയൊക്കെ, അപ്പോൾ കൃഷിയുടെയും പൂന്തോട്ടത്തിൻ്റെയൊക്കെ ഇടയിലൊരു മനോഹരമായ വീടാണ് നമ്മൾ സ്റ്റേജിൽ കാണുന്നത്. നോക്കൂ, അൽ അമല് പറയാണ്, ഇത് കണ്ടപാടെ മാ അജ്മല ഹാദൽ മക്കാൻ, യാ റബ്ബേ, ഇതെത്ര മനോഹരമാണ് ഈ സ്ഥലം. നോക്കൂ മക്കളെ, അതിൽ പറയാണ് കൈഫ തസ്തതിയു അൻ തുഹാഫിദ അലാ നളാഫത്തിൽ ബൈക്കി ആക്കദ, എങ്ങനെയാണ് ഈ ഒരു വീട് ഇങ്ങനെ ഇത്രയും വൃത്തിയിൽ കൊണ്ട് നടക്കാൻ സാധിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ യുഷീർ സൊയ്യാദിലെ സെല്ലാത്തിൽ മുഹമ്മലത്തി ഫിൽ ബൈത്തിലെ, വീട്ടിലെ ഒരു മൂലയിലിരിക്കുന്ന ഒരു
വേസ്റ്റ് ബോക്സിലേക്ക് നമ്മളെ സൊയ്യാദ് എന്ത് ചെയ്ത് ചൂണ്ടിക്കാണിച്ചു. യുഷീർ എന്ന് പറഞ്ഞ എന്താ? ചൂണ്ടിക്കാണിച്ചു. ആര് ചൂണ്ടിക്കാണിച്ചു? ആ സൊയ്യാദ മീൻപിടുത്തക്കാരൻ. ഇലാ സെല്ലത്ത് അല്ലേ, ഇലാ സെല്ലാത്തിൽ മുഹ്മലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കൊട്ടയിലേക്ക് അല്ലേ, അത് വേസ്റ്റ് ബോക്സിലേക്ക് അല്ലേ. വേസ്റ്റ് ബോക്സ് എന്നുള്ളതാണ് എന്ത്? സെല്ലാത്തിൽ മുഹ്മല. സെല്ലാത്തിൽ മുഹ്മല എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ബോക്സ്. അപ്പോൾ ആ വേസ്റ്റ് ബോക്സിലേക്ക് എന്ത് ചെയ്തു? നമ്മളെ ആ മീൻപിടുത്തക്കാരൻ ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് പറഞ്ഞു ഉള്ളുറു ഇലാ ഹാദിഹി സെല്ലാത്ത്, നിങ്ങൾ എന്ത് ചെയ്യുക? ആ വേസ്റ്റ് കൊട്ടയിലേക്ക് അല്ലേ, വേസ്റ്റ് ബോക്സിലേക്ക് ഒന്ന് നോക്കുക. അൽ ഊല ലിൽ ഔറാഖ്, എന്നിട്ട് അത് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. 3 വേസ്റ്റ് ബോക്സുകൾ ഉണ്ട് അവിടെ. അൽ ഊല ഒന്നാമത്തെ എന്തിനാണ്? ലിൽ ഔറാഖ് അല്ലേ, നമ്മുടെ പേപ്പർ വേസ്റ്റുകൾ, അതുപോലെ തന്നെ പേപ്പർ പരമായിട്ടുള്ള, അപ്പോൾ പേപ്പർ പരമായിട്ടുള്ള വേസ്റ്റുകൾ ഇടാനുള്ളതാണ് ഒന്നാമത്തെ ബോക്സ്, ഒന്നാമത്തെ സല്ലത്ത്. രണ്ടാമത്തെ നോക്കി വസാനിയത്തു ലിൽ മവാരിദിൽ പ്ലാസ്റ്റിക്കിയ, പ്ലാസ്റ്റിക്കുകൾ ഇടാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് വേറൊരു ബോക്സാണ്. 3 ബോക്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ബോക്സ് നമ്മളെ പേപ്പർ പരമായിട്ടുള്ള എല്ലാ വേസ്റ്റുകളും ഇടാൻ. എന്തിനാണ്? അൽ ഊല ലിൽ ഔറാഖ് അല്ലേ, പേപ്പർ വേസ്റ്റുകൾ ഇടാനാണ് ഒന്നാമത്തെ എന്തുള്ളത്? സെല്ലാത്തുള്ളത്, ഒന്നാമത്തെ വേസ്റ്റ് ബോക്സ് ഉള്ളത്. പക്ഷേ വസാനിയ രണ്ടാമത്തെ വേസ്റ്റ് ബോക്സ് എന്തിനാ മക്കളെ? ലിൽ മവാദിൽ പ്ലാസ്റ്റിക്കിയ, എന്തിനാണ്? പ്ലാസ്റ്റിക്കുകൾ മാത്രം ഇടാൻ. അപ്പോൾ പ്ലാസ്റ്റിക് പരമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ വേസ്റ്റ് ഉണ്ടോ അതിടാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ബോക്സ്. നോക്കൂ വസാലിസ മൂന്നാമത്തെ ബോക്സ് എന്തിനാണുള്ളതെന്ന് അറിയോ? ലിനുഫായാത്തിൽ തൊബഇയ്യ, പ്രകൃതിപരമായിട്ടുള്ള ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ പ്രകൃതിപരമായിട്ട് നമ്മുടെ ഫുഡിൻ്റെ വേസ്റ്റ് ആവട്ടെ, മറ്റു വേസ്റ്റുകളാവട്ടെ, അതൊക്കെ ഇടാൻ എന്താണ്? മൂന്നാമതൊരു വേസ്റ്റ് ബോക്സ് അവിടെ തയ്യാറാക്കിയിരിക്കുന്നു. ഹാക്കഥ ഹക്കൂമു ബി ഫറസിൽ നുഫയാത്ത്, ഞാൻ എന്ത് ചെയ്യുന്നു? ഇപ്രകാരം വേസ്റ്റുകളെ വേർതിരിക്കുന്നു എന്ന് ആര് പറഞ്ഞു? സൊയ്യാദ് പറഞ്ഞു. അതുകൊണ്ടാണ് എൻ്റെ വീടും എൻ്റെ പരിസരവും ഇത്ര മനോഹരമായി തീരാൻ കാരണമെന്ന് നമ്മളെ സൊയ്യാദ് മനോഹരമായിട്ട് കുട്ടികൾക്ക് അവതരിപ്പിച്ചു കൊടുത്തു. നോക്കൂ, ലീന പറഞ്ഞു ആദിഹി ത്വരീഖത്തുൻ മിസാലിയ, ഇത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു റൂട്ടാണ് അല്ലേ. ഇത് വളരെ മാതൃകാപരം. ത്വരീഖത്തുൽ മിസാലിയ എന്ന് പറഞ്ഞാൽ വളരെ എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റിയ ഒരു കാര്യമാണ് നിങ്ങളുടെ കാര്യമെന്ന് ആര് പറഞ്ഞു മക്കളെ? ലീന പറഞ്ഞു. അൽ ഔലാദ്, കുട്ടികൾ ഒരുമിച്ച് പറയാണ്. നഗം, അതെ. അയ്യുഹൽ അഹിബാ, അയ്യുഹൽ അഹിബാ, ഓ എൻ്റെ സഹോദര. എന്താ പറയുന്നത്? ദഊനാ നബ്ദഉ ബി അൻഫുസിനാ വമിൻ ഉസ്റത്തിനാ ഹയ്യാ നസ്തഫു ലിദ്ദൽ തൽവീസ്. പറയാണെന്ത്? ഇപ്രകാരം എന്നോടും എൻ്റെ നഫ്സിനോടും അതുപോലെ തന്നെ എൻ്റെ കുടുംബക്കാരോടും പറയുന്നത് എന്താ? നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? വേസ്റ്റുകളെ കത്തിക്കരുത്, അല്ലെങ്കിൽ വേസ്റ്റിനെ വലിച്ചെറിയരുത്. മറിച്ച് നമ്മൾ ഇത്തരം ബോക്സുകളിൽ അല്ലേ, ഇത്തരം വേസ്റ്റ് ബോക്സിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നിറയ്ക്കണമെന്ന് കുട്ടികൾ ഒരുമിച്ച് എന്ത് ചെയ്യാണ്? ദൃഢനിശ്ചയത്തോടെ എന്ത് ചെയ്യണം? അവരൊരു തീരുമാനമെടുക്കുകയാണ്. നോക്കൂ, കൈഫ തുരീദൂന നുഫയാത്തിൽ ബുയൂതക്കും നുനാക്കിഷ്, നമ്മളോട് ചോദിക്കുകയാണ് എന്ത്? കൈഫ തുദീറൂന നുഫയാത്ത് ബുയൂതക്കും, നിങ്ങളുടെയുള്ള വേസ്റ്റുകൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മളോട് ചോദിക്കുകയാണ്. നമ്മളോട് ചോദ്യം ചോദിക്കുകയാണ്. എന്ത്? കൈഫ തുരീദൂന നുഫയാത്ത് ബുയൂതക്കും നുനാക്കിഷ്, നമ്മൾ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകൾ എന്താ ചെയ്യാന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യുക? ഈ കാലഘട്ടത്തിൽ നമ്മൾ വേസ്റ്റുകൾ എന്താ ചെയ്യുക മക്കളെ? വേസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യും? കത്തിക്കും അല്ലേ. കത്തിക്കുകയാണോ ചെയ്യുക? അല്ല, നമ്മൾ എന്ത് ചെയ്യും? വേസ്റ്റുകൾ എന്ത് ചെയ്യും? കൂട്ടിവെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? പഞ്ചായത്തിൽ നിന്ന് കൊണ്ടുപോകും, അല്ലെങ്കിൽ മറ്റു കോർപ്പറേഷനിലെ ആളുകൾ എന്ത് ചെയ്യും? ആ വേസ്റ്റുകൾ എടുത്തു കൊണ്ടുപോകുന്ന സിസ്റ്റമാണ് ഇപ്പം നമ്മളിലുള്ളത്. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? മാഹിയ സെല്ലത്തു സലാസ്, ആ 3 കൊട്ടകൾ എന്തിനൊക്കെ ആയിരുന്നു? മാഹിയ സെല്ലാത്തു സലാസ്, ആ 3 വേസ്റ്റ് കൊട്ടകൾ എന്തിനൊക്കെ ആയിരുന്നു എന്നുള്ള മനോഹരമായിട്ട് ഇവിടെ ആൻസർ നോക്കൂ. അൽ ആദിഹി സെല്ലാത്ത് അൽ ഹൂല ലിൽ ഔറാഖ്, ഒന്നാമത്തത് മറ്റേ നമ്മളെ വറക്ക് അല്ലേ, പേപ്പർ പരമായിട്ടുള്ള വേസ്റ്റുകൾ ഇടാനായിരുന്നു. വസാനിയ രണ്ടാമത്തെ എന്തായിരുന്നു? പ്ലാസ്റ്റിക് പരമായിട്ടുള്ള വേസ്റ്റുകൾ ഇടാൻ. മൂന്നാമത്തെ നോക്കൂ അൽ നുഫാത്ത് തൊബയ്യ, പ്രകൃതമായിട്ടുള്ള വേസ്റ്റുകൾ ഇടാൻ. അപ്പോൾ ഈ 3 കാരണങ്ങൾക്കാണ് എന്ത് ചെയ്യുന്നത്? ഈ 3 കൊട്ടകളും ഉപയോഗിക്കുന്നത്. നോക്കൂ മക്കളെ, നക്റഹു വ നഫ്അമു, നമുക്ക് വായിക്കാം, നമുക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. നോക്കൂ, ഇതിൽ പറയുന്നത് എന്താണെന്നറിയോ? ലൻ നുഹരിക്കു അബദൻ. നമ്മളിതിൽ 3 വാക്കുകൾ പഠിക്കുന്നുണ്ട്. ലൻ, അതുപോലെ തന്നെ കൈ, അതുപോലെ തന്നെ അൻ. ഈ 3 വാക്കുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ 3 വാക്കുകൾ എൻ്റെ പൊന്നു മക്കൾ മനസ്സിലാക്കേണ്ടത് എന്നറിയോ? കൈയും അതുപോലെ തന്നെ അന്നും ഉപയോഗിക്കാൻ വേണ്ടി എന്നുള്ളൊരു അർത്ഥത്തിനാണ്. നോക്കൂ, കൈ ദാ അൽ ഹാത്തി ഇലാ ഉനക്കൈ അസ്വാദൽ അസ്മാക്ക്, അതുപോലെ തന്നെ അൻ തുആഫില അലാ നളാഫത്തിൽ ബൈത്ത്, അൻ തുആഫില എന്ത് ചെയ്യാൻ? വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടി, അലാ നളാഫത്തിൽ ബൈത്ത്, ഈ വീടിനെ വൃത്തിയാൻ സൂക്ഷിക്കാൻ വേണ്ടി എന്നുള്ള അർത്ഥത്തിനാണ് നമ്മൾ അല്ലും അതുപോലെ തന്നെ കൈയും ഉപയോഗിക്കുക. ജിഅ്ന കൈ നെർമി നുഫയാത്ത് ഇല നെഹർ, നമ്മളിവിടേക്ക് വന്നത് എന്തിനാണ്? ജിഅ്ന കൈ നെർമി, എറിയാൻ വേണ്ടിയിട്ടാണ്. നെർമി ഇതാ, കൈ നെർമി എറിയാൻ വേണ്ടിയിട്ടാണ്. നെർമിയൻ
നഫയാത്ത്, ഈ വേസ്റ്റുകൾ എറിയാൻ വേണ്ടിയിട്ടാണ് ഇലൻ നെഹ്രി പുഴയിലേക്ക്. പൊന്നുമക്കളെ നോട്ട് ചെയ്ത് വെച്ചോളുക, ഇപ്പം തന്നെ ബൈഹാട്ടാക്കി വെച്ചോളുക. നോക്കൂ, നമ്മളിവിടെ 3 സെൻറ്റൻസുകൾ പഠിക്കുന്നു. ഇവിടെ കൈ എന്നുള്ളതും അതുപോലെ തന്നെ അൻ എന്നുള്ളതും എന്ത് വേണ്ടി എന്നുള്ള അർത്ഥത്തിന് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിവിടെ വേറൊരു സെൻറ്റൻസ് പഠിക്കുന്നുണ്ട്, ലെൻ. ലെൻ എന്നുള്ളത് നമ്മൾ എന്തിനാ ഉപയോഗിക്കുക അറിയോ? ലെൻ എന്ന് പറഞ്ഞാൽ ചെയ്യരുത്, വേണ്ട എന്നുള്ള അർത്ഥത്തിനാണ്. ലെൻ നുഹരിക്കു അബദൻ, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കത്തിച്ച് കളയാൻ പാടില്ല. അപ്പോൾ ചെയ്യരുത്, പാടില്ല എന്നുള്ള അർത്ഥത്തിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ലെൻ എന്ന് ഉപയോഗിക്കുക. പക്ഷേ കൈ അതുപോലെ തന്നെ എന്നുള്ളതിന് ദാ ഇവിടെ നോക്കൂ, ജിന കൈ നെർമിയ, എറിയാൻ വേണ്ടി അല്ലേ. അപ്പോൾ കൈയും അന്നും എന്ത് ചെയ്യുന്നു, വേണ്ടി എന്നുള്ള അർത്ഥത്തിന് ഉപയോഗിക്കുന്നു. ലെൻ എന്നുള്ളത് പാടില്ല എന്നുള്ള അർത്ഥത്തിന് ഉപയോഗിക്കുന്നു. എൻ്റെ പൊന്നുമക്കൾക്ക് അർത്ഥം മനസ്സിലായി? 3ൻ്റെയും സെൻറ്റൻസ് 3ൻ്റെയും അർത്ഥം പഠിച്ചു എന്ന് സാറ് മനസ്സിലാക്കുന്നു. നോക്കൂ മക്കളെ, ഇവിടെ ഒരു 3നും ഒരേ റൂള് വരുന്നുണ്ട്. ആ റൂളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൈയും ലെന്നും അന്നും വന്നാൽ അതിന് ശേഷമുള്ള മുലാരിയായിട്ടുള്ള ഫിലിന് ഫത്ത് മാത്രമേ, നെസ്ബ് മാത്രമേ കൊടുക്കുള്ളൂ. ലൻ നുഅരിക, ഇവിടെ നോക്കൂ, കാണുന്നുണ്ടോ? ലൻ നുഅരിക എന്നുള്ളതാ മുലാരിയായിട്ടുള്ള ഫിലിന് കാഫിന് എന്താണ്, നെസ്ബാണ് കൊടുത്തത്, അതായത് ഫത്ത് ആണ് കൊടുത്തത്. കാരണം എന്താ, തൊട്ട് മുമ്പ് ലെന്ന് വന്നു. ഇവിടെ നോക്കൂ, കൈ അസ്ത്വാദ, അസ്ത്വാദ എന്നുള്ളടത്തിന് ഇതാ ഈ ദാലിന് കൊടുത്തത് എന്താ മക്കളെ, നെസ്ബാണ് കൊടുത്തത്, ഫത്ത് ആണ് കൊടുത്തത്. കൊടുക്കാൻ കാരണം എന്താ, തൊട്ട് മുന്നേ കൈ വന്നു. ലെന്നുഫ്സിദ, നമ്മൾ ഒരിക്കലും ഫസാദാക്കാൻ പാടില്ല അല്ലേ. അപ്പൊ ലെന്നുഫ്സിദ, ഫസാദ് ഉണ്ടാക്കരുത്. നുഫ്സിദ എന്നുള്ള ദാലിന് ഫത്ത് കൊടുത്തു, നെസ്ബ് കൊടുത്തു. കാരണം എന്താ, തൊട്ട് മുമ്പ് ലെൻ വന്നു. അതുപോലെ തന്നെ അൻ തുഹാഫില, തുആഫില എന്നുള്ളടത്ത് നെസ്ബ് വന്നു. കാരണം എന്താ, അന്ന് വന്നു. ജിന കൈ നെർമിയ, എന്നുള്ളടത്ത് എന്ത് വന്നു, ഫത്ത് വന്നു, നെസ്ബ് വന്നു. നെർമിയ എന്നുള്ള മുലാരിയായ ഫീലിന്. കാരണം എന്താ മക്കളെ, കൈ മുന്നിൽ വന്നു. അപ്പോൾ എൻ്റെ മക്കൾക്ക് പൊതു നിയമം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. എന്താ നിയമം, എന്താ പൊന്നുമക്കളെ നിയമം, എല്ലാവരും പറഞ്ഞാട്ടെ. യെസ്, വെരി ഗുഡ്. അത് തന്നെ, ഒന്നുമില്ല. ലെന്ന്, കൈ, അന്ന് തുടങ്ങിയ വാക്കുകൾ വന്നാൽ അതിനുശേഷം വരുന്ന മുലാരിയ എഫീലിന് ഉറപ്പിച്ചോളൂ, അവിടെ നെസ്ബേ വരൂ, ഫത്ത് എ വരൂ. കസർ ചെയ്യാനോ റഫ് ചെയ്യാനോ നിങ്ങൾ പോകണ്ട, അവിടെ നെസ്ബ് മാത്രമേ വരൂ എന്നുള്ള പൊതു നിയമം നിങ്ങൾ പഠിച്ചു വെച്ചോളാം. സെറ്റാണ്. നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. നോക്കൂ, നഫ്ര ഉൽ ഫുഖായാത്ത് മനതക്കും. നമുക്ക് എന്ത് ചെയ്യാം, ഈ കഥയൊന്ന് വായിച്ചിട്ട് ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ കണ്ടെത്താനുണ്ട്. കാന നസീമുൻ മുസാരിയൻ, നസീം ആയിരുന്നു, ആരായിരുന്നു, ഒരു കൃഷിക്കാരനായിരുന്നു. യൗമ വജദ ജറസൽ മസ്റൂക്കൻ, അപ്പോൾ ഒരു ദിവസം എന്ത് കൃഷിക്കാരനാണ് അദ്ദേഹം ജസറ എന്ന് പറഞ്ഞത് ക്യാരറ്റ് കൃഷിക്കാരനാണ്. അപ്പോൾ ക്യാരറ്റ് കൃഷിക്കാരനും ക്യാരറ്റ് എന്ത് ചെയ്തു, കളവ് പോയതായിട്ട് അവൻ എന്ത് ചെയ്തു, കണ്ടു. ഫറാദൻ യുറാക്കിബ ലൈലൻ കൈ യഖ്ബില അലാ സാരിക്കിൻ ഫറൽ അർനബ യഖുലുൽ ജസറ. അപ്പോൾ അവൻ എന്ത് ചെയ്യും, കള്ളനെ പിടിക്കടി, ക്യാരറ്റ് കൊണ്ടുപോകുന്ന കള്ളനെ പിടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ കള്ളനെ പിടിക്കാൻ വേണ്ടി, പക്ഷേ അർണബൻ യഖുലുൽ ജസറ, പക്ഷേ അവൻ കണ്ടത് എന്താ, മൊയലാണ് തിന്നുന്നത്, കള്ളനൊന്നല്ല. മൊയൽ വന്നിട്ട് എന്താ, നല്ല അടിയാണ് എന്തിനെ, അൽ ജസറ, ക്യാരറ്റിനെ. എന്നിട്ട് എന്ത് ചെയ്തു, ആ മൊയലിനെ ബന്ദിയാക്കിയിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ പല്ല് ഫുൾ എന്ത് ചെയ്തു, പൊളിച്ച് കളഞ്ഞ് പല്ല് ഫുൾ എടുത്ത് കളഞ്ഞു. ഫക്കാൽ എന്നോട് പറഞ്ഞു, ലൻ അക്കൂല ജസറ, നീ എന്ത് ചെയ്യരുത്, ഒരിക്കലും എൻ്റെ ക്യാരറ്റുകൾ തിന്നരുതെന്ന് പറഞ്ഞു. ലക്കിൻ നസീം മുഖലഹ അസ്നാനൽ അർനാബ്, പക്ഷേ നമ്മളെന്ത് ചെയ്തു, നസീം എന്ത് ചെയ്തു, ഹല എന്ന് പറഞ്ഞാൽ എന്താ, ഊരിയെടുത്തു. അസ്നാബുൽ അർണബിൻ്റെ മുഴുവൻ പല്ലുകളും ഊരിയെടുത്തു. അപ്പോൾ പത കയ്യാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ജസറ മഅ്കൂലൻ മറത്തൻ നുഹ്റ, വീണ്ടും പോയി നോക്കിയപ്പോൾ ഉണ്ട് മോയിൽ നല്ല ക്യാരറ്റ് തിന്നുകയാണ്. ഫസോറ ആദ്യം ദേഷ്യപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഹംസക്ക നസീബുൽ അർണബ്, എന്നിട്ട് എന്ത് ചെയ്തു, നസീബ് അർണബിനെ മുയലിനെ പിടിച്ചു. വസഅലു മൻ അക്കല ജസറയ അർണബ്, ഈ ക്യാരറ്റുകൾ ആരാ തിന്നതെന്ന് ചോദിച്ചു. ഫക്കാല, ഒപ്പം പറഞ്ഞു, അന ജഅൽതഹു ഹസീറൻ വശരീബ്, ഞാൻ എന്ത് ചെയ്ത്, ഇത് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചതാണ്, ഞാൻ തിന്നതല്ല എന്ന് ആര് പറഞ്ഞു, നമ്മളെ പറഞ്ഞ സംബളെ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കഥയാണ്. ഈ കഥയല്ല പോയിന്റ്. നമ്മളോട് ഇവിടെ പറഞ്ഞത് എന്താ, നുമസ്ദിനി അഥവാ നസ്ബി ഫിൽ ഫിക്രത്ത് വനഖ്തുബു അഫ്ആലഹ. നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നെസ്ബിന് ഫതഹ് ചെയ്യപ്പെടുന്ന അദാത്തുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്, അൻ, അതുപോലെ തന്നെ യുറാക്കിബ. അൻ എന്നുള്ളതിന് ശേഷം യുറാക്കിബ എന്നുള്ള ബായിന് എന്ത് ചെയ്തു, നെസ്ബ് വന്നു, ഫതഹ് വന്നു. അതേപോലെ നമ്മളോട് ഉദാഹരണങ്ങൾ മനോഹരമായിട്ട് ഇതിൽ നിന്ന് കണ്ടെത്താനാണ് പറയുന്നത്. നോക്കൂ മക്കളെ, അന്നും കയ്യും വരുന്ന ഏതെങ്കിലും നോക്കൂ, അൻ യുറാക്കിബ അല്ലേ, ഇതാണ് നമ്മൾ ഉദാഹരണമായിട്ട് എടുത്തിയത്. ഇനി അടുത്ത് നോക്കുക, കൈയഖ്ബില. എത്ര മനോഹരമാണ്, എത്ര സിമ്പിളാണ് നമ്മൾ പറഞ്ഞ നിയമം. കൈയഖ്ബില എന്നുള്ളത് ഇതാ, ഇവിടേക്ക് കൈ എഴുതാലോ, ഇവിടേക്ക് കൈ എന്നുള്ളത് എഴുതാലോ, എന്നിട്ട് ഇവിടേക്ക് യഖ്ബില എന്ന് എഴുതാലോ മക്കളെ, എഴുതാലോ പെട്ടെന്ന് പറഞ്ഞാട്ടെ. യെസ്, വെരി ഗുഡ്. അടുത്ത് നോക്കൂ മക്കളെ, അപ്പോൾ കൈ, ലെൻ, അൻ, ഇത് മൂന്നായിരം നമ്മൾ പഠിച്ചത്. നോക്കൂ, ലെൻ അഖൂല, അതുപോലെ തന്നെ
എവിടെ 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 കുറേ ഉണ്ട് ഓരോതാ കൈ യു ആ കിബ യു ആ കിബ ഹു എന്നുള്ളത് ഒമീറാണ് യു ആ കിബ എന്ന് വല്ലതേ വരൂ. അതുപോലെ തന്നെ അപ്പോൾ ഇതാ കൈ യു ആ കിബ, അതുപോലെ തന്നെ ലെൻ അക്കൂല, അതുപോലെ തന്നെ കൈ യക്ബില, ഇതൊക്കെ എന്താണ് നമ്മൾ പറഞ്ഞതിന് ഉദാഹരണമാണ്. എൻ്റെ പൊന്നുമക്കൾക്ക് മനസ്സിലായെന്ന് സാറ് വിചാരിക്കുന്നു. അപ്പോൾ കൈ, അതുപോലെ തന്നെ അൻ, അതുപോലെ തന്നെ ലെൻ, അല്ലേ? മൂന്നെണ്ണാണുള്ളത്. കൈ, അതുപോലെ തന്നെ അൻ, അതുപോലെ തന്നെ ലെൻ. ഇത് മൂന്നും വന്നാൽ ഉറപ്പിച്ചോളുക. അതിനുശേഷം വരുന്ന മുലാരി ഫീലിന് ഫതഎ വരൂ, നെസ്ബെ വരൂ ഉസ്താദേ സാറേ, വേറെ ഒരു സാധനം എന്ത് ചെയ്യൂല, അതിൽ വരൂല. അതിന് സുക്കൂൻ വരൂല, അതിന് കസ്ര വരൂല, നെസ്ബെ വരൂ എന്നുള്ളത് ഉറപ്പിച്ച് വെച്ചോളൂ, പഠിച്ചു വെച്ചോളൂ. സെറ്റാണല്ലോ. നോക്കൂ, അടുത്ത് നമ്മളോട് പറയുന്നത് ഒരുപാട് പ്ലാസ്റ്റിക്കുകളെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ എന്ത് ചെയ്യാനാണ്? വേർതിരിച്ചെടുക്കാനാണ്. മാലിന്യങ്ങൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഈ മാലിന്യങ്ങളിൽ നിന്ന് നുഫയാത്തു ഇലക്ട്രോണിയ, അതായത് ഇലക്ട്രോണിക്കൽ പരമായിട്ടുള്ള നുഫയാത്തിനെ ഇവിടെ എഴുതുക. അതുപോലെ തന്നെ നുഫയാത്തുൽ വറക്കിയ, പേപ്പർ പരമായിട്ടുള്ള നുഫയാത്തുകളെ വേസ്റ്റുകൾ ഇവിടെ എഴുതുക. അതുപോലെ തന്നെ നുഫയാത്തുൽ മവദ്ദുൽ പ്ലാസ്റ്റിക്കിയ, പ്ലാസ്റ്റിക് പരമായിട്ടുള്ള വേസ്റ്റുകൾ ഇവിടെ എഴുതുക. അതുപോലെ തന്നെ നുഫയാത്തുൽ തൊബിയ, നാച്ചുറൽ പരമായിട്ടുള്ള വേസ്റ്റുകൾ എഴുതുക. നോക്കൂ, അക്ലാമുൽ മുത്തക്കസിറ എന്ന് പറഞ്ഞാൽ എന്താ? അക്ലാം എന്ന് പറഞ്ഞാൽ പേനകളാണ്. മുത്തക്കസിറ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോയ പേനകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പൊട്ടിപ്പോയ പേനകൾ അത് വേസ്റ്റ് ആണല്ലോ, അത് വേസ്റ്റ് ആണ്. അടുത്ത് നോക്കൂ, ഫവാലാത്തുൽ തൊആം, അല്ലേ? ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ, ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ. അതുപോലെ തന്നെ കിസ്റുൽ ഹലറാവാത്ത്, പച്ചക്കറികളുടെ തോല്, നമ്മൾ ഇപ്പോൾ ഉള്ളിയുടെ തോല്, അതുപോലെ തന്നെ മറ്റു കേബേജ് എന്തിൻ്റെ തോലാണെങ്കിലും അതിനാണ് കിസ്റുൽ ഹലറാത്ത്. ഹൗറാക്കുൽ മുസ്തവലാർ എന്താ? ഉപയോഗിച്ചിട്ടുള്ള പേപ്പറുകൾ. അതുപോലെ തന്നെ തിൽഫാസുൽ ഹറബ് എന്ന് പറഞ്ഞാൽ ടിവിയുടെ വേസ്റ്റുകൾ. അതുപോലെ തന്നെ ജവ്വാലാത്തുൽ ഹരീബ് എന്ന് പറഞ്ഞാൽ പൊട്ടിയ ഫോണിൻ്റെ വേസ്റ്റുകൾ. അതുപോലെ തന്നെ അൽ കാറൂറത്തുൽ പ്ലാസ്റ്റിക്കിയ, അല്ലേ? പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ. അതുപോലെ തന്നെ ഉലുബുൽ ഹബീബ് എന്ന് പറഞ്ഞാൽ പാലിൻ്റെ ബോട്ടിൽ. അതുപോലെ തന്നെ കിസ്റുൽ ബീൽ എന്ന് പറഞ്ഞാൽ എന്താ? കിസ്റുൽ ബീൽ എന്ന് പറഞ്ഞാൽ കോഴിമുട്ടയുടെ തോല്. അതുപോലെ തന്നെ തിൽഫാസുൽ ഫാസിദ്, എന്താ? തിൽഫാസുൽ ഫാസിദ് എന്ന് പറഞ്ഞാൽ പൊട്ടിയ TV. അതുപോലെ തന്നെ ദഫാത്തിറുൽ കദീമ എന്ന് പറഞ്ഞാൽ എന്താ? ദഫാത്തുൽ ഖദീമ, അല്ലേ? അതുപോലെ തന്നെ വൽ മനാദിലുൽ വർക്കിയ, അപ്പോൾ പേപ്പർ കഷ്ണങ്ങൾ, മനാദിലുൽ വർക്കിയ, അല്ലേ? ടിഷ്യൂ പേപ്പർ, അൽ മനാദിലുൽ വർക്കിയ എന്ന് പറഞ്ഞാൽ ടിഷ്യൂ പേപ്പർ. അപ്പോൾ നമ്മൾ ഒരുപാട് വേസ്റ്റുകൾ പേര് ഇവിടെ പറഞ്ഞു, അല്ലേ? അക്ലാമുൽ മുത്തക്കസിറ, പൊട്ടിയ പേനകൾ. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ. അതുപോലെ തന്നെ ടിവിൻ്റെ വേസ്റ്റുകൾ, മൊബൈൽ ഫോണിൻ്റെ വേസ്റ്റുകൾ. അതുപോലെ തന്നെ പാൽ കുപ്പിയുടെ വേസ്റ്റ്, മുട്ടയുടെ തോല്. അപ്പം എന്ത് ചെയ്യുക? ഇതിൽ നിന്ന് എന്ത് ചെയ്യുക? വളരെ മനോഹരമായിട്ട് നമ്മൾ ഇലക്ട്രോണിക് പരമായിട്ടുള്ള വേസ്റ്റ് ഏതാ? തിൽഫാസുൽ ഹർബ് എഴുതി കൂടെ, പൊട്ടിയ മറ്റേ TV എഴുതി കൂടെ, അതുപോലെ തന്നെ പൊട്ടിയ ഫോൺ ഇതിൽ എഴുതി കൂടെ. നോക്കൂ, വർക്കിയ പേപ്പർ പരമായിട്ടുള്ള വേസ്റ്റുകൾ ഇവിടെ എത്രയുണ്ട്? ഔറാഖുൽ മുസ്തഗ്മല, അല്ലേ? അത് നമുക്ക് ഇതിലേക്ക് എഴുതി കൂടെ. അടുത്ത് നോക്കൂ, അൽ നുഫയാത്തുൽ പ്ലാസ്റ്റിക് പരമായിട്ട് ബന്ധപ്പെട്ടത്. അവിടെ പാൽക്കുപ്പി പ്ലാസ്റ്റിക് പരമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ അൽ കാറൂറത്തുൽ പ്ലാസ്റ്റിക്, ഇതൊക്കെ എന്താണ്? ഇതിലേക്ക് എഴുതാൻ പറ്റിയതാണ്. ആ നുഫയാത്ത് തൊബിയ, നാച്ചുറലായിട്ട് ബന്ധപ്പെട്ടത് എന്താണ്? കിസ്റുൽ ബീൽ, അല്ലേ? കിസ്റുൽ ബീൽ എന്ന് പറഞ്ഞാൽ മുട്ടയുടെ തോല്. അതുപോലെ തന്നെ പച്ചക്കറിയുടെ കിസ്റുൽ ഹലറാത്ത്, പച്ചക്കറികളുടെ തോല്. ഇതെന്ത് ചെയ്യുക? മനോഹരമായിട്ട് ഈ സെൻറ്റൻസുകളൊക്കെ ഞാൻ പറഞ്ഞു, സാർ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അർത്ഥം പറഞ്ഞു തന്നു. അതെന്ത് ചെയ്യുക? മനോഹരമായിട്ട് പഠിക്കുക, എന്നിട്ട് അത് വേർതിരിച്ച് പഠിക്കുക. അത് എക്സാമിന് ചോദിച്ചാൽ മനോഹരമായിട്ട് എഴുതി കൊടുക്കുക. പൊന്നുമക്കളെ നോക്കൂ, എത്ര സിമ്പിളായിട്ട് നമ്മൾ പാഠം കഴിഞ്ഞു, അല്ലേ? വളരെ സിമ്പിളാണ്. നമ്മുടെ 7ാം ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ തീർത്തു. വളരെ സിമ്പിളായിരുന്നു. ആരോഗ്യപരമായിട്ട് ആരോഗ്യം മെച്ചപ്പെടുത്തണം, ആരോഗ്യം സൂക്ഷിക്കണമെന്ന് പറയുന്ന മനോഹരമായ, നിർബന്ധമായിട്ട് മറിഞ്ഞിരിക്കേണ്ട സുന്ദരമായ പാഠമായിരുന്നു സാർ എടുത്തു തന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്ത് ചെയ്യണം? സാറിൻ്റെ ക്ലാസ് നിർബന്ധമായിട്ടും മനസ്സിലാകുന്നുണ്ടോ ഇല്ലേ, എങ്ങനെ ഇനി അപ്ഡേറ്റ് ചെയ്യണമെന്നുള്ളതിനൊക്കെ കുറിച്ച് നിർബന്ധമായിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം. സാറിന് കമൻറ്റുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ തിരിയും, ക്ലാസ് ഇനി ഇങ്ങനെ കൊണ്ടുപോകണം, ക്ലാസ് മനസ്സിലാകുന്നുണ്ടോ ഇല്ലേ, എത്ര കുട്ടികൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഇതൊക്കെ സാറ് കമൻറ്റ്, ഓരോരുത്തരുടെ കമൻറ്റുകളും വായിക്കും. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ക്ലാസ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇനി എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ സാർ എന്ത് ചെയ്യണം? സാറോട് നിങ്ങൾ പറയണം. എല്ലാവർക്കും പാഠം മുഴുവൻ സെറ്റായെന്ന് വിചാരിക്കുന്നു. കുറച്ച് വൈഡായിട്ടുള്ള പാഠമാണ് നമ്മുടെ ഈ ചാപ്റ്റർ. ബാക്കി ചാപ്റ്ററുകളൊക്കെ വളരെ സുഖമാണ്. ഇതൊരു നാടകമായതുകൊണ്ട് തന്നെ അതൊരു ചെറിയൊരു വൈഡ് വന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒന്നും ഇതിൽ പറയാനില്ല. നിർബന്ധമായിട്ടും അൻ ലെൻ
ദെൻ കൈ എന്നുള്ളതിൻ്റെ ഉപയോഗം, അതിനുശേഷം ഫത ആണ് വരിക എന്നുള്ള പോയിന്റുകൾ പഠിച്ചു വെക്കണം. തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചാൽ വളരെ സിമ്പിളായിട്ട് എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യുക, മാർക്ക് വാങ്ങാം. ദെൻ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരോടും ഞാൻ പോകട്ടെ, അസ്സലാമ. വീണ്ടും എന്ത് ചെയ്യുക, അടുത്ത യൂണിറ്റിലേക്ക് കടന്നു വരാം. അടുത്ത ഒരു ചാപ്റ്ററുമായിട്ട് സാർ എന്ത് ചെയ്യുക, വൈകാതെ വരാം. ദെൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.